അക്രം ഖാൻ എന്ന് പറയുന്ന ഒരു കൊറിയോഗ്രാഫറുടെ ഒരു പുതിയ പ്രൊഡക്ഷനാണ്. ഗിഗനെസ് എന്നാണ് പേര്. അതിൽ ഒരു പെർഫോമറാണ് ഞാൻ. അതിൻ്റെ പെർഫോമൻസ് യാത്രയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞത് ന്യൂയോർക്കിലെ മാൻഹാറ്റനിൽ ജോയ്സ് തിയേറ്റർ എന്ന് പറയുന്നൊരു തിയേറ്ററിൽ എനിക്ക് ആറ് കളിയുണ്ടായിരുന്നു. അതായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചയായിട്ടുള്ളത്. കുറച്ചും കൂടി പറയുമോ, എന്തായിരുന്നു പെർഫോമൻസ്? ആരാണ് അക്രം ഖാൻ? ഇപ്പം ഞങ്ങളൊരു കോമൺ സുഹൃത്തുണ്ട്, ഗോപാലേട്ടനായിട്ട് ഞങ്ങൾ കപില അമേരിക്കയിലാണ്. അക്രം ഖാൻ്റെ കൂടെ പെർഫോം. ഗോപാലേട്ടന് ചെറിയ മദ്യപാനുണ്ട്. അപ്പോൾ സംസാരിച്ചു വന്നപ്പോൾ ചെങ്കിസ് ഖാനായി മാറിയത് അക്രം ഖാനൊക്കെ കൂടി. അപ്പോൾ ആരാണ് ഈ അക്രം ഖാൻ പറഞ്ഞു തരുന്നത്? അക്രം ഖാൻ എന്ന് പറയുന്നത് ആക്ച്വലി അദ്ദേഹം ബാംഗ്ലാദേശ് എത്നിസിറ്റി ബാംഗ്ലാദേശിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും യുദ്ധകാലത്ത് ബ്രിട്ടനിലേക്ക് പലായനം ചെയ്ത് അവിടെ അങ്ങനെ അക്രം ഭായ് ബ്രിട്ടീഷ് സിറ്റിസനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന അടിസ്ഥാനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പരിശീലനം എന്ന് പറയുന്നത് കഥക്. അനവധി വർഷം കഥക് അഭ്യസിച്ച് അങ്ങനെ പിന്നെ കണ്ടംപററി ഡാൻസിലേക്ക് മാറി, പിന്നെ കൊറിയോഗ്രാഫറായി മാറി. അദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അദ്ദേഹം ചെറുപ്പത്തിൽ ഭയങ്കരമായിട്ട് ആക്ച്വലി ഡാൻസർ ആവണതിന് മുമ്പ് പീറ്റർ ബ്രൂക്കിൻ്റെ മഹാഭാരതത്തിൽ ഒരു ചൈൽഡ് ആക്ടറായിരുന്നു. അതാണ് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പീറ്റർ ബ്രൂക്കിൻ്റെ ഒരുപാട് സ്വാധീനമുണ്ട്. അതിനുശേഷം പിന്നെ കൊറിയോഗ്രാഫർ ആവുകയും ഭയങ്കര സക്സസ്ഫുൾ ആയ ഒരു കൊറിയോഗ്രാഫറാണ് ബ്രിട്ടനിൽ. പ്രത്യേകിച്ചും ഇമിഗ്രൻ്റ് ഒരു വേറൊരു സ്വദേശത്തു നിന്ന് വന്ന് വളരെയധികം ഭയങ്കരമായിട്ടുള്ള സക്സസ് കണ്ടിട്ടുള്ള ഒരു കൊറിയോഗ്രാഫറാണ്. വളരെ പോപ്പുലറാണ് സർക്കിളിൽ. അതാണ് അക്രം ഖാൻ. അക്രം ഖാൻ കമ്പനി എന്നാണ് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേര്. ഈ ഒരു പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ബേസിക്കലി അദ്ദേഹം കണ്ടംപററി ഡാൻസേഴ്സിൻ്റെ വെച്ചാണ് കൊറിയോഗ്രാഫി ചെയ്യുന്നത്. ആദ്യമായിട്ട് ആക്ച്വലി ഞങ്ങൾ 7 പേരുണ്ട്. അക്രം ഖാനും ഉൾപ്പെടെ 7 ഡാൻസേഴ്സാണ്. ഞങ്ങളെല്ലാവരും പാരമ്പര്യ നർത്തകർ. അപ്പം ഭരതനാട്യ നർത്തകരുണ്ട് 4 പേര്, ഒരു ഒഡീസി നർത്തകയുണ്ട്, അക്രം ഖാൻ്റെ കഥക് അടിസ്ഥാനമാണ്, പിന്നെ ഞാനുണ്ട്. ഞങ്ങളാണ് ബേസിക്കലി അതിൻ്റെ കാസ്റ്റ്. മ്യൂസീഷ്യൻസ് ഇതുപോലെ ട്രഡീഷണൽ മ്യൂസിക്കാണ് എല്ലാവരും, ക്ലാസിക്കൽ മ്യൂസിക്. നമ്മൾ ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ആ പ്ലാൻ തെറ്റി. നമുക്ക് ടൈമർ വെച്ചോ? ടൈമർ വെച്ചില്ല. ഞങ്ങളൊരു പ്ലാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 15ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് പരസ്പരം ചോദിക്കാൻ. എന്നിട്ട് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത് ഞങ്ങളൊരു ടൈമർ വയ്ക്കും സ്റ്റേജിൽ. അതിന് ടൈം പീസ് കൊണ്ടുവരണം എന്നൊക്കെയാണ് വിചാരിച്ചത്. അത് നടന്നില്ല. കവിത പറഞ്ഞ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അപ്പോൾ ടൈമർ. അപ്പോൾ ഇതിലൊരു 55 മിനിറ്റ് ഞങ്ങൾ ടൈമർ വെച്ചിട്ട് 55ാം മിനിറ്റ് ടൈമർ അടിക്കുമ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും എവിടെയാണെങ്കിലും. അങ്ങനെ ഒരു പ്ലാൻ ആയിരുന്നു. പ്ലാൻ തെറ്റി ഓൾറെഡി. പക്ഷേ ഞാൻ ടൈമർ വച്ചു, വേറൊന്നല്ല, സമയം കടന്നു പോകാതിരിക്കാൻ. ഈ അക്രം ഖാനെ പറ്റി ഞാനും കുറച്ചൊന്ന് നോക്കി, ആരാണ് ഈ ചെങ്കിസ് ഖാൻ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു ആർട്ടിക്കിൾ ഞാൻ കണ്ടത് റൂട്ടഡ് ആൻഡ് റൂട്ട്ലെസ് എന്നതാണ്. അപ്പോൾ പുള്ളി ബംഗ്ലാദേശിയാണ്. ബട്ട് ഈ ഗ്രൂ അപ്പ് ഇൻ യു കെയിലാണ് പുള്ളി വളർന്നതും പുള്ളിയുടെ പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു മൈഗ്രേഷൻ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് പുള്ളി, ഞാൻ മുഴുവനൊന്നും വായിച്ചില്ല, പുള്ളിയെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഈ തീമായിട്ട് കുറച്ച് ഈ ക്രോസിങ് ബോർഡേഴ്സ് ഒരു തീമായിട്ടൊരു ബന്ധമുള്ളവർ തോന്നി. അപ്പോൾ അത് കാരണമാണ് ഞാനൊന്ന് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്. പുള്ളി ബംഗ്ലാദേശി എത്നിസിറ്റിയുള്ള ഒരാൾ യു കെയിൽ പോയി പീറ്റർ ബ്രൂക്കിൻ്റെ മഹാഭാരതം പോലത്തെ പെർഫോമൻസുകളിൽ പങ്കെടുത്ത് ഇപ്പോൾ അദ്ദേഹം സ്വന്തം പേരിൽ ഡാൻസ് കമ്പനി ഉണ്ട്. ആ ഡാൻസ് കോണ്ടംപററി ഡാൻസാണ്. അതിലിപ്പോൾ കപില ഒരു ട്രഡീഷണൽ പെർഫോമർ. കപില പറഞ്ഞു ട്രഡീഷണൽ പെർഫോമൻസ്, ട്രഡീഷണൽ തിയേറ്റേഴ്സ് പെർഫോമൻസും കൈകാര്യം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണുള്ളത്. അത് തന്നെ ഒരു ബോർഡർ ക്രോസിംഗ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ സംസാരിച്ചപ്പോൾ കൊട്ടേഷൻ ഒന്ന് ഷെയർ ചെയ്യും കപില. ബ്രയൻ ഫീൽഡ്സിൻ്റെ ട്രാൻസ്ലേഷൻസ് എന്നുള്ള നാടകത്തിൻ്റെ അവസാനത്തെ സീനിയറിലെ 2 കഥാപാത്രങ്ങൾ, അതായത് ജിമ്മി ജാക്ക് മേയറിനോട് പറയുന്നു,
Do you know the Greek word endogamane? It's male, right? Endogamy. Endogamane. It means to marry within the tribe. And the word exogamane means to marry outside the tribe. And you don't cross those borders casually. Both sides get very angry. When you cross borders, you offend everyone. So border crossing is a very risky thing to do. It's like crossing a minefield. So we were also quite mindful of like this idea of border crossing. Like what are the risks that come along with it. And then we had this plan together that we have these questions. We will do it like a lucky dip. We'll pick up these questions and we'll answer. And in a way that itself is an act of crossing borders. So before that we also had a disclaimer, right? Yes. To share. Yeah, so what you see here is a work of fiction. Any resemblance to actual persons, living or dead, or real events is purely coincidental. So this Brian Friel's play, I'll give a small context to the audience. It's one of the most beautiful plays that I have read. Brian Friel is an Irish playwright, and he has this play called Translations. So it's about the British Army going into Ireland and mapping territories. So they are cartographers from the army who have crossed this border into Irish territories, and they are mapping maps. And in these maps, what they are doing is they are changing place names. So they are making all the Irish names into British names. And in the process, a British officer falls in love with an Irish woman. And the beauty of this scene is that they don't understand each other. They don't have a common language. But yet, and they are enemies. But yet, they fall in love. And this is probably one of the best love scenes that I have read in any play, where the audience understands what they are saying, but they don't understand among each other what they are saying. So, and then the last line is very poignant, I thought. Thank you for sharing that. It's, you offend all sides when you cross borders. Yeah. So we'll go back to our setup of asking questions. So how do we decide? You can roll the pen. Yeah, so we have a pen of democracy. So we'll roll it, and wherever it points towards that person will ask questions, then we'll take turns. So that is the idea. See you. What is your name? My name, one more thing, disclaimer before I go. എൻ്റെ ഒരു വലിയൊരു പ്രശ്നം കപിലയെ ഞാൻ പരിചയപ്പെട്ടതും ആദ്യമായി കാണുന്നതും സംസാരിക്കുന്നതും സിംഗപ്പൂരിൽ വെച്ചിട്ടാണ്. കപില എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരുന്നു. സിംഗപ്പൂരിലെ സ്കൂളിൽ ഞാൻ പഠിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ 4 ചൈനീസ് ക്ലാസ്മേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ കപിലയുടെ കൂടെയുള്ള സംസാരം മുഴുവൻ ഇംഗ്ലീഷിലായത് കാരണം unconsciously I slip into that language when I talk to her. And once in a while she will remind me, and then മലയാളത്തിലേക്ക് ഞാൻ തിരിച്ചു വരും. അപ്പോൾ എപ്പോഴെങ്കിലും അങ്ങനെ ഇംഗ്ലീഷിലേക്ക് പോയാൽ we should remind each other, and also you could remind, ഓർമ്മിപ്പിക്കുക ഞങ്ങൾ മലയാളത്തിലേക്ക് വരാൻ. അന്ന് കപില എന്തിനാണ് ഇംഗ്ലീഷ് ക്ലാസ് എടുത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. കാരണം കൂടെയുള്ള 4 ആൾക്കാർ ചൈനക്കാരാണ്, അവർക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. ഒരു മലയാളിയും ഞാൻ പകുതി മലയാളിയാണ്, തമിഴ് മലയാളിയാണ്, കപില പച്ച മലയാളിയാണ്. പക്ഷേ എന്തിനാണ് ഇംഗ്ലീഷ് ക്ലാസ് എടുത്തത് ഇപ്പോഴും ആലോചിച്ചിട്ട് കിട്ടില്ല. ബട്ട് എന്താ സംഭവിച്ചത്, പിന്നെ എപ്പോൾ കപിലയെ കാണുമ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങും. അപ്പോൾ കൂടുതലുള്ള ആൾക്കാരൊക്കെ ഇവർക്ക് ഇത് ഭ്രാന്താണെന്ന് തോന്നും. പക്ഷേ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലാണ്. ചോദ്യങ്ങൾ ഇംഗ്ലീഷിലാണ്. യെസ്. Try to do a combination. Yes, thanks. Yes. What is your name? My name is Chindavalappu Venkateswaran Shankar. My name is Kapila Venu. I would have preferred if my name was Kapila Nagavallikunne, which is actually my maternal family name. But as of now, I'm Kapila Venu. People call me Shankar,
and friends call me Shankara. And Malayalis call me Shankar. When they are talking about me, they use Shankaran. Place of birth, where were you born? I was born in Kotamangalam. I was born in Calicut, in Baba Samuel's maternity hall, in town, the middle of the town, Calicut town. Where do you live? I live in Attapadi, in Palakkad district. I live in Irinjalakuda with my parents. How old are you? I'm 43. 43 വയസ്സായി. എനിക്ക് 46 വയസ്സായി, 46. Are you married? I'm supposed to ask that question. Shankar, are you married? Yes, I'm married. Are you married? Yes, Shankar, I'm married. And, oh, sorry. Do you have kids? Yes, that's my son. You have, son. No, I don't have kids, but I have pets. You have pets? Yes. How many? I have 3 dogs. Pashu is the mother, Fruity is the daughter, and Mrigaraj is the youngest son. So I have 3 dogs. Yeah. I have 4 dogs. Wow. I had 5 dogs, I lost one, but I have 4 dogs. Pepe is the mother, Karthik is the daughter, Jojo was the son, he died. Taru is like the grandmother, and Kaju is adopted. What do you do for a living? I'm an actor. Yes. And that is what I do for a living. What do you do for a living? I'm a theatre director. I direct plays, and then I also do sundry jobs in and around theatre, but mainly I'm a theatre director. Why did you choose to work in the theatre? Long story? Yes. Okay. So, In Malayalam, if possible. Malayalam, yes. So, ഞാൻ കോഴിക്കോട് സെൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിയിൽ BSc ഫിസിക്സിന് പഠിക്കുന്ന ഒരു സമയം, പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയം. സോ കോളേജിലെത്തിയപ്പോൾ ഡ്രഗ്സ്, സെക്സ്, റോക്ക് ആൻഡ് റോൾ, മോട്ടോർ ബൈക്സ്. That was the world I was, that attracted me. But then soon I got very bored of that world. Malayalam, thanks. അപ്പോൾ മയക്കുമരുന്ന്, സെക്സ്, മലയാളം പദമാണ്, റോക്ക് ആൻഡ് റോൾ, മോട്ടോർ സൈക്കിൾ, വണ്ടി, 2 വീലർ, ഇതായിരുന്നു എൻ്റെ ലോകം. അത് പെട്ടെന്ന് തന്നെ ബോറടിച്ചു. പക്ഷേ ഇതിൻ്റെ എനിക്ക് എൻജിനീയറിങ്ങിന് എൻട്രൻസിന് തിരക്കില്ലാത്ത റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അസ്ട്രോഫിസിക്സ് ഭയങ്കര ഒരു ഫാസിനേഷനായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പേരൻസിനോട് പറഞ്ഞു, ഞാൻ എൻജിനീയറിങ്ങിന് പോകില്ല, പ്യുവർ സയൻസ് പഠിക്കണം. BSc സയൻസ് ഫിസിക്സ് കഴിഞ്ഞിട്ട് MSc ഫിസിക്സ് കഴിഞ്ഞ് അസ്ട്രോഫിസിക്സ് എന്നൊക്കെയാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു പോയ ആൾ എനിക്ക് പറ്റിയത് ഈ ലോകത്തിൽ പെട്ടു. അപ്പോൾ അതോടുകൂടി എനിക്ക് ക്ലാസ്സിൽ പോകാണ്ട് കഴിഞ്ഞു. ക്ലാസ്സിൽ പോകാണ്ട് ഒരു ദിവസം പോയില്ല, 2 ദിവസം പോയില്ല, ഒരാഴ്ച പോയില്ല, പിന്നെ പോകാൻ പറ്റാണ്ടായി. പിന്നെ മാസങ്ങൾ കടന്നുപോയി. ഫസ്റ്റ് ഇയർ പോയി, സെക്കൻഡ് ഇയർ പോയി, തേർഡ് ഇയറിൻ്റെ അവസാനത്തിലേക്ക് എത്തി. ക്ലാസ്സിൽ പോയിട്ടില്ല 3 വർഷം. അപ്പം ഞാൻ വേറെ നാടക ക്ലബ്ബിലാണ് പോയിരിക്കുക. അവിടെ ഒരു ഡ്രാമ ക്ലബ്ബുണ്ട്. ഡ്രാമ ക്ലബ്ബിലാണ്, അവിടെയാണ് പോയിരിക്കുക. അവിടെ എനിക്ക് അസ്ട്രോഫിസിക്സിൽ താല്പര്യമൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ ഈ തിയേറ്റർ ക്ലബ്ബിൽ ഈ അസ്ട്രോഫിസിക്സിനേക്കാളും വലിയൊരു ലോകം അവിടെ ഉണ്ട് എന്നുള്ളൊരു സെൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. ഐ ഫെൽറ്റ് അവിടെ കംഫർട്ടബിൾ ആയിരുന്നു ഞാൻ ഈ തിയേറ്റർ ക്ലബ്ബിൽ. പക്ഷേ അറ്റൻഡൻസ് ഇല്ല. കോളേജിലെ ടീച്ചേഴ്സൊക്കെ അന്വേഷിക്കേണ്ടിയിരുന്നു. കാരണം ലാബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതൊന്നും അസൈൻമെൻറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല. എക്സാമിനേഷൻ വരികയാണ് ഫൈനൽ ഇയർ.
ഫസ്റ്റ് ഇയർ രണ്ട് വർഷത്തെ പരീക്ഷ എഴുതിയിട്ടില്ല. ഇത് എന്തെങ്കിലും ഒരു തീരുമാനമാക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് പേരൻസ് അച്ഛനെ വിളിച്ചു. അപ്പോൾ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ എന്തെങ്കിലും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. രാവിലെ വണ്ടി എടുത്ത് പോകുന്നുണ്ട്, വൈകുന്നേരം കൃത്യസമയത്ത് കോളേജിൽ നിന്ന് മടങ്ങി വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല അച്ഛൻ. ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, എന്നാൽ ഇന്ന് രാവിലെ നിൻ്റെ കൂടെ കോളേജിലേക്ക് ഞാൻ വരികയാണ്. അങ്ങനെ അച്ഛൻ ബൈക്കിൻ്റെ ബാക്കിൽ കയറിയിരുന്നു. അപ്പോൾ ഞാൻ ബൈക്ക് ഓടിച്ച് പോവുകയാണ്. ബൈക്ക് ഓടിച്ച് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായ പ്രശ്നമാണ്, കാരണം അത് ഒരു ഡെഡൻ്റാണ്. കോളേജിന് തൊട്ട് പുറത്തൊരു കവിതാ സ്റ്റോഴ്സ് എന്ന സ്റ്റോറുണ്ട്. അവിടെ എത്തിയപ്പോൾ ഞാൻ നിർത്തി അച്ഛനോട് സത്യം പറഞ്ഞു, ഞാൻ കുറേ കാലമായി കോളേജിൽ പോയിട്ട് അറിയാം അച്ഛൻ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് ആദ്യമായിട്ട് അച്ഛൻ്റെ കൂടെ ഏതാണ് ക്ലാസ്സിൽ കയറേണ്ടി വരുമല്ലോ, അപ്പോൾ ഞാൻ നോട്ട് ബുക്കും പേനയും വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ നോട്ട് ബുക്കും പേനയും വാങ്ങാൻ വേണ്ടി കവിതാ സ്റ്റോഴ്സ് എന്ന സ്റ്റോറുണ്ട്. അതിന് ഒരു വഴിയും കൂടെ കയറിയിട്ട് അടുത്ത വഴിക്ക് ഇറങ്ങി ഞാൻ ബസ് പിടിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അമ്മ സ്കൂൾ ടീച്ചറാണ്. അമ്മ സ്കൂൾ ജോലി കഴിഞ്ഞ് വന്നു. അമ്മ വന്ന് ഞാൻ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കണം, എന്താ സംഭവിക്കണമെന്ന് അറിയില്ലല്ലോ. അച്ഛൻ 5:20 വീട്ടിലേക്ക് വരും ഡെയിലി. അമ്മ അച്ഛൻ വന്നില്ല, 5:20 അച്ഛനെ കാണാനില്ല. 5:30 അപ്പോൾ അച്ഛനെ ഞാൻ ചോദിക്കുന്നുണ്ട്, അമ്മ ചോദിക്കുന്നുണ്ട്, എന്നടാ അപ്പാവ കാണമേ. അപ്പോൾ എനിക്കറിയാം അച്ഛനെ കാണാത്തതിൻ്റെ കാര്യം അറിയാം. അപ്പം ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തു. ഒരു 6 മണി വരെ വെയിറ്റ് ചെയ്ത് എനിക്ക് പിന്നെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ നേരെ ബസ് പിടിച്ച് പോയി കോളേജിലെത്തി. ബൈക്ക് അവിടെ നിർത്തിയിട്ടുണ്ടല്ലോ, അച്ഛനവിടെ നിൽക്കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അച്ഛൻ കയറി. അച്ഛനെ കൊണ്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. പരസ്പരം ഞങ്ങൾ മിണ്ടില്ല, അച്ഛനും ഞാനും. ഭക്ഷണം കഴിക്കേണ്ടപ്പോൾ ഇങ്ങനെ ഇരിക്കണം ഫേസ് ടു ഫേസ് ആയിട്ട്. അപ്പോൾ എനിക്ക് അവൻ്റെ മുഖം മറയ്ക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ പേപ്പർ വായിക്കുന്ന പോലെ ഇരിക്കുകയാണ്. അപ്പോൾ അതിന് നോക്കുമ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കണമെന്ന്. നേരെ അപേക്ഷ കൊടുത്തു. പിറ്റേ ദിവസം തന്നെ അച്ഛനോട് സമ്മതിക്കൊന്നുമില്ല. അച്ഛൻ സ്കൂൾ ഓഫ് ഡ്രാമ എൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ഉണ്ട്, രാമനാഥൻ എന്നാണ് പേര്. ചിലർക്ക് അറിയുണ്ടാവും. ഒഡേസ മൂവീസിൻ്റെയൊക്കെ ഭാഗമായിട്ടൊരു ഒരാളുണ്ടായിരുന്നു. ഫുൾ ആൽക്കഹോളിക്കാണ് പുള്ളി. അപ്പോൾ റിലേറ്റീവ് ആയത് കാരണം എനിക്ക് പുള്ളിയായിട്ടൊരു ചെറിയൊരു കണക്ഷൻ ഉണ്ട്. ഞാൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പുള്ളി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പുള്ളിയെ വിളിച്ച് ഫയർ ചെയ്തു. നീയാക്കും എന്നോട് പിന്നെ കേടുവരുത്തറായെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ തെറി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പോയി. അങ്ങനെയാണ് ഞാൻ തിയേറ്ററിൽ എത്തിപ്പെടുന്നത്. സോ ദാറ്റ് വാസ് മൈ സ്റ്റോറി ടു ഗെറ്റിംഗ് ഇൻ ടു തിയേറ്റർ. ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ. Now may I ask you the same question back? Like what was the question? To refresh. Yeah. Yes, what was the question? Why did you choose to work in the theatre? Yes. I'm not sure I chose it. So, but one thing a strong memory that I have as like maybe a 4 or 5-year-old child was this very strong conviction, which I don't have now, but I had back then. A very strong conviction that I'm a really good actor. Wow. But I myself, എൻ്റെ മനസ്സിൽ എനിക്കൊരു തോന്നലുണ്ട്, ഞാൻ നന്നായിട്ട് അഭിനയിക്കും എന്ന് എനിക്ക് ഒരു 4-5 വയസ്സുള്ളപ്പോൾ അങ്ങനൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ I was a very lazy student because I felt like even if I don't work too hard, I'll be a good actor. Like I had that feeling as a child. But having said that, എൻ്റെ അച്ഛനും അമ്മയും, അച്ഛൻ ശ്രീജി വേണു, അമ്മ നിർമ്മല പണിക്കർ. എൻ്റെ അച്ഛൻ കൂടിയാട്ട കലാകാരനാണ്. പക്ഷെ അതുകൂടാതെ തന്നെ പലതരം കലാരൂപങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലും അതിലുള്ള റിസർച്ചിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പുസ്തകം എഴുതും. അങ്ങനെ ഒരു സാഹചര്യം. അമ്മയാണെങ്കിൽ മോഹിനിയാട്ട നർത്തകിയാണ്, അതേപോലെ ഗവേഷകയാണ്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടി നടനവേദി എന്നുള്ളൊരു സ്ഥാപനം സ്ഥാപിക്കുകയും അതിൽ ആ ഒരു പ്രവർത്തനങ്ങളുടെ വളരെ ചൂടേറിയ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലേക്കാണ് ഞാൻ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് എനിക്ക് ഭാഗ്യം കൊണ്ട് എനിക്ക് അതിനോടൊരു ആകർഷണം ഉണ്ടായിരുന്നു. എനിക്ക് സ്വാഭാവികമായിട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മകളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നെങ്കിലും പക്ഷെ ഞാൻ കലാപഠനത്തിലൂടെ
കലാപരിശീലനം തുടങ്ങിയത് വളരെ ചെറുപ്പത്തിലാണ്. 3-4 വയസ്സിൽ തന്നെ നൃത്തം അഭ്യസിച്ചു തുടങ്ങി. പിന്നെ പലതരം യോഗ, കളരിപ്പയറ്റ്, കൂടിയാട്ടം അഭ്യസനം 7 വയസ്സായപ്പോൾ കൂടിയാട്ടത്തിലെ വിദ്യാലയം ചെയ്തു. അങ്ങനെ ഓരോന്നോരോന്നും പഠിച്ചത് സ്വാഭാവിക ജീവിതം അതാണെന്നുള്ള ധാരണയിലാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. പിന്നീട് ഒരു ഘട്ടത്തിൽ തീരുമാനം എടുക്കാൻ. അപ്പം അതാണ് എൻ്റെ ഒരു that's how I became acquainted with the world of theatre and dance. ഒരർത്ഥത്തിൽ പറഞ്ഞ 2 പേർക്കും വേറെ ചോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റൊരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷെ ഉണ്ടായിട്ടുണ്ടാവില്ല ചെറുപ്പത്തിൽ. So Chandra, should ask the next question. What else do you do more as a passion and less as a profession? I am a beekeeper. I have bees. I think you have to say that in Malayalam. A lot of people. ഞാൻ തേനീച്ച വളർത്തുക. ഞാൻ അട്ടപ്പാടിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ കൊറോണ കാലം വന്നതോടുകൂടി തിയേറ്ററൊക്കെ അടഞ്ഞു. വേറെ മുമ്പോട്ട് എന്താ വഴി എന്നറിയില്ല. അങ്ങനെ ഒരു സമയത്ത് പെട്ടെന്ന് എനിക്കെൻ്റെ ഒരു ചെറുപ്പകാലത്തുള്ളൊരു ഓർമ്മയുണ്ട്. ഞാൻ പഠിച്ചത് എറണാകുളത്ത് 2 സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഗാന്ധിനഗറിലുള്ള മാതാ സ്കൂളിലാണ് എൻ്റെ 5, 6, 7 ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ CCPLM ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളിലാണ് എൻ്റെ 8, 9, 10 ഞാൻ പഠിച്ചത്. അപ്പോൾ ഈ മാതാ സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് അവർക്കൊരു കന്യാസ്ത്രീ മഠം ഉണ്ട്. അപ്പോൾ ഈ കന്യാസ്ത്രീ മഠത്തിലെ കന്യാസ്ത്രീകൾ അതിൽ തേനീച്ച കൂട് തുറക്കലും അതിൻ്റെ ഉള്ളിൽ തേനീച്ചെടുക്കലും അങ്ങനെ ഒരു ഇമ്പ്രഷൻ എൻ്റെ മനസ്സിലെപ്പോഴും കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. കൊറോണ കാലത്ത് ആ ഒരു ഇമേജ് പെട്ടെന്ന് വന്നു. അതൊരു വഴിയായിട്ട് തോന്നി എനിക്ക്. അതായത് തിയേറ്റർ വഴിയൊന്നും ഉണ്ടാവില്ല. കൊറോണ അടുത്തൊരു 15 വർഷത്തേക്ക് കൊറോണ നിലനിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? അപ്പോൾ തേനീച്ച വളർത്തി അതിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാം ആലോചനയുടെ മുകളിൽ ഞാൻ ഒരു തേനീച്ച കർഷകൻ്റെ നിന്ന് വാങ്ങി യാതൊരു തരത്തിലുള്ള പഠനങ്ങളോ പരിശീലനമോ ഒന്നുമില്ലാതെ തേനീച്ചപ്പെട്ടി കൈകാര്യം ചെയ്ത് കുത്തുകിട്ടി ഞാൻ തേനീച്ച കൃഷി ഞാൻ പഠിച്ചെടുത്തു. യൂട്യൂബ് നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചെടുത്തത്. അപ്പോൾ നാടകം കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്ത ഒരു കാര്യം ഞാൻ ചെയ്യുന്നൊരു കാര്യം ഈ തേനീച്ച പരിപാലനമാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്നോട് ആ രീതിയിൽ ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ കൂടിയാട്ടം കഴിഞ്ഞാൽ എന്നുള്ള രീതിയിലായിരിക്കും എനിക്ക് ആ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുക. കൂടിയാട്ടത്തിന് ഉപരിയായിട്ട് എനിക്ക് മറ്റു പലതും ചെയ്യാൻ അവസരങ്ങൾ കിട്ടുമ്പോൾ നാടകത്തിൽ അഭിനയിക്കാനാണെങ്കിലും സിനിമയിൽ അഭിനയിക്കാനാണെങ്കിലും അല്ലെങ്കിൽ അക്രം ഭായിയുടെ പോലെയുള്ള പ്രൊഡക്ഷനുകളിൽ പങ്കെടുക്കാനാണെങ്കിലും അത്തരം സാഹചര്യങ്ങൾ ഞാൻ ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കും, ഉണ്ടെങ്കിൽ സ്വീകരിക്കും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. എനിക്ക് മാറിപ്പോയി എന്തെങ്കിലും ചെയ്യാൻ വളരെ താല്പര്യം. അരങ്ങുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമേ സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. എനിക്ക് മറ്റൊരു ഓർമ്മയും വേറെ എന്തെങ്കിലും ചെയ്തതായിട്ട് ഓർമ്മയില്ല. ഒരു ചുരുങ്ങിയ കാലം ഒരു പ്രൊഡ്യൂസറായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. കൃഷി എനിക്കിഷ്ടമാണ്. പക്ഷെ അത് ഞാൻ ഇപ്പം ചെയ്യുന്നില്ല. മുമ്പ് ഞാൻ കൃഷി ഇവിടെയാണ്. ഞാൻ ജപ്പാനിലായിരുന്നപ്പോൾ ഞാൻ കൃഷിക്കാരുടെ കൂടെ താമസിച്ചിരുന്നപ്പോൾ ഞാൻ എല്ലാത്തരം കൃഷി ചെയ്തിട്ടുണ്ട്. തേയില, മുള്ള, നെൽകൃഷി, ഉരുളക്കിഴങ്ങ്, ഉള്ളി. ജപ്പാനിൽ കൃഷി ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് അവിടെ അങ്ങനെ കൃഷി ചെയ്യാനുള്ള സാഹചര്യത്തിൽ എത്തിപ്പെട്ടതെന്ന് പറയുന്നത്? അത് ഈ പറഞ്ഞ പോലെ ബോർഡർ ക്രോസ് ചെയ്തതാണ് ഞാൻ. കുടിയാട്ട കലാകാരി ജപ്പാനിൽ പോയിട്ട് കൃഷി ഒരു അവാൻഗാർഡ് കലാകാരനാണ് മിൻ തനാക്ക. അദ്ദേഹത്തിന് യാദൃശ്യ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അവതരണം നൃത്തം കാണുകയും അദ്ദേഹത്തിൻ്റെ വളരെ ഇതെന്താണത് ഞാൻ ആദ്യം ആ നൃത്തം അനുഭവിക്കുമ്പോൾ അത് കാണുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയാതെ എന്തായിരുന്നു ഒരു നെൽപ്പാടം. ജപ്പാനിൽ അറിയാമല്ലോ, നെൽപ്പാടത്തിൻ്റെ ഇടയിൽ കൂടെ മറ്റേ കോൺക്രീറ്റ് ടാറിട്ട റോഡ്
ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ഒരാൾ ബട്ട് ആദ്യം എന്താ സംഭവം. പിന്നെ ഇദ്ദേഹം വളരെ ചലിക്കുന്നുണ്ട് പ്രത്യേക രീതിയിൽ. നമ്മുടെ പാരമ്പര്യ കലകൾ മാത്രം കണ്ടിട്ട് ഫോം അല്ലെങ്കിൽ കണ്ടംപററി അവിടെയും ഒരു ഫോമുണ്ട്, എന്തോ ഒരു നൃത്തമാണെന്ന് തോന്നിപ്പിക്കുന്ന എന്തോ ഒരു എലിമെൻ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ആ നൃത്തം എന്നുള്ള നമ്മുടെ ഒരു കോൺസെപ്റ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒന്നുമല്ലാത്ത രീതിയിലുള്ള, എനിക്കപ്പോൾ വളരെ നോൺസെൻസ് ആണ് എന്നുള്ള രീതിയിൽ അനുഭവപ്പെട്ട രീതിയിൽ ചലിക്കുന്നു ഇദ്ദേഹം. പക്ഷെ അതിൻ്റെ വൈകാരികത വളരെ ഡീപ്പാണ്, ഇമോഷൻ വളരെ ഡീപ്പാണ്. കണ്ണെടുക്കാൻ തോന്നില്ല. കുറേ സമയം ഞാൻ അതിന് നോക്കി നിന്നു. അത് എനിക്കെന്നെ സംബന്ധിച്ച കൾച്ചറൽ ഷോക്ക് അനുഭവിച്ച ഒരു നിമിഷമായിരുന്നു. എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് ചില സമയത്ത് ആൻസൈറ്റിയും പാലിറ്റേഷൻസും പൊതുവേ ഉള്ള ആളാണ് ഞാൻ. അന്ന് പക്ഷെ അദ്ദേഹത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഈ പാലിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പാലിറ്റേഷൻ അറിയാം, നെഞ്ചിടിപ്പ്. ഈ നെഞ്ചിടിപ്പ് ഉണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് തോന്നി നെഞ്ചിടിപ്പുണ്ടെങ്കിലും ഇദ്ദേഹത്തിനോട് സംസാരിക്കാതെ പോകാൻ പാടില്ല. അങ്ങനൊരു വളരെ അപൂർവമായിട്ട് നമുക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഇന്നർ വോയിസ് നമ്മൾ പുഷ് ചെയ്യില്ലേ. ഇതിനൊരു ജീവിതത്തിലൊരു 4 പ്രാവശ്യമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അന്ന് എൻ്റെ ഉള്ളിൽ നിന്നൊരു വോയിസ് ഉണ്ടായിരുന്നു, എത്ര പേടിയുണ്ടെങ്കിലും ഇങ്ങനെ കയ്യൊക്കെ വിറയ്ക്കുകയാണെങ്കിലും ഇദ്ദേഹത്തിന് പോയി സംസാരിക്കണം. അപ്പം ഞാൻ ഇദ്ദേഹം അവതരണം കഴിഞ്ഞ് പോയി. പക്ഷെ പിന്നെ ഞാൻ അദ്ദേഹത്തെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടുകൊണ്ടത് ഞാൻ പോയി. ഞാൻ ആങ്ഷ്യസ് ആണ്, എനിക്ക് ആങ്സൈറ്റി അറ്റാക്ക് ഉണ്ട്, പാൽപിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ അത് പറയാൻ ശ്രമിക്കുന്നത് എനിക്ക് ഇവിടെ വരാൻ പറ്റില്ല, ഞാൻ ഇവിടെ കൂടാൻ പറ്റുമോ അങ്ങനെ എന്താണ് ചോദിച്ചത്. വളരെ ചിരിച്ചിങ്ങനെ അങ്ങനെയൊന്ന് പറഞ്ഞു പോയി. ഒരു 3 മാസം കഴിയുമ്പോൾ എനിക്കൊരു ഇമെയിൽ വന്നു. അപ്പോൾ പിന്നീടാണ് മനസ്സിലാകുന്നത് അതൊരു കമ്മ്യൂണിറ്റിയാണ്. അവർ കർഷകർ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണ്. അവർ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി അവരെ സംബന്ധിച്ചൊരു പ്രകൃതിയായിട്ടുള്ളൊരു സംവേദനമാണ്. ഈ കൃഷി ചെയ്യുന്നതോടൊപ്പം അവർ പലതരത്തിലുള്ള കല പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് നൃത്തം. ആ നൃത്തം തന്നെ അതിനൊരു ലീനേജ് ഉണ്ട്. ഈ ബൂട്ടുവിൻ്റെ ഒരു പാരമ്പര്യം ഉണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രത്യേക ഇതിനകത്ത് അവർ ഇമെയിൽ അയച്ചിങ്ങനെ പുതിയ അവതരണം രൂപപ്പെടുത്തുന്നുണ്ട്. നർത്തകിയായിട്ട് അതിൽ ചേരാം. പക്ഷെ അവരുടെ അഭ്യാസത്തിലൂടെ കടന്നു പോകണം, അതിന് താല്പര്യമുണ്ട്. അപ്പോഴും എനിക്ക് ഈ പാലിറ്റേഷൻസ് ഒക്കെ വന്നു ഇമെയിൽ വായിച്ചപ്പോൾ. പിന്നെ ഞാൻ ഓഫ്കോഴ്സ് ഞാൻ പോയി. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങി. ഞാൻ 5-6 വർഷം എല്ലാ വർഷവും പോയി അവിടെ നിൽക്കും, പ്രാക്ടീസ് ചെയ്യും, കൃഷിയും ചെയ്യും. അങ്ങനെയുള്ള കൃഷിയാണ് ഞാൻ ചെയ്തിട്ടുള്ള കൃഷി. നമ്മൾ തമ്മിൽ ഒരു ബോർഡർ എന്ന് പറഞ്ഞാൽ പാരമ്പര്യം സമകാലികം ഒരു ബോർഡർ ഉണ്ടായിരുന്നു. അതിന് കവിനെ മറികടന്ന രീതികളാണ്. അക്രം ഖാൻ്റെ കൂടെ ന്യൂയോർക്കിൽ പോവുക, മിന്തനാക്കയുടെ കൂടെ ജപ്പാനിൽ പോവുക. എനിക്ക് അത്രത്തോളം പറ്റിയിട്ടില്ല എൻ്റെ ലൈഫിൽ ആ ഒരു ബോർഡർ ക്രോസ് ചെയ്യാൻ. കുറച്ച് ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു പാരമ്പര്യത്തിൻ്റെ ലോകത്തിലേക്ക് എനിക്ക് ഈ അടുത്ത് ഒരു വലിയൊരു അവസരം ഉണ്ടായി. എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു അവസരമാണ്. ഞാൻ 2001-2002 കാലഘട്ടത്തിൽ വേണുജിയുടെ അഭിജ്ഞാന ശാകുന്തളം കാണാനിടയായി. 2-3 രംഗങ്ങൾ മാത്രം. അതെന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം ഗോവയിൽ നടക്കുന്ന ഒരു സെറൻഡിപിറ്റി ആർട്സ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഫെസ്റ്റിവലിൻ്റെ ഒരു ക്യൂറേഷൻ്റെ ഒരു ഉത്തരവാദിത്തം എനിക്ക് കിട്ടി. അപ്പോൾ ആ സമയത്ത് എൻ്റെ വലിയൊരു ആഗ്രഹം ഈ ശാകുന്തളം ഒന്ന് ചെയ്ത് കാണാമെന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കവിതയെ സമീപിച്ചു. കവിത പറഞ്ഞത് ഇതിൻ്റെതായിട്ട് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്, സംഘമൊക്കെ പല ഭാഗങ്ങളും പലരും പോയി കഴിഞ്ഞു, അന്നത്തെ ഗ്രൂപ്പല്ല ഇപ്പോഴത്തെ ഗ്രൂപ്പ് വീണ്ടും റിഹേഴ്സൽ ചെയ്തെടുക്കണം. ഞാൻ വിട്ടില്ല, ഞാൻ പുറകെ പോയി ഇൻസിസ്റ്റ് ചെയ്ത്. അപ്പോൾ ഈ ആൾക്കാരുടെ എണ്ണത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ കവിത തന്നെ ഒരു ദിവസം ഓർഗനൈസ് ചെയ്ത് സൂം മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തത്. അതിൽ വേണുജി ഉണ്ടായിരുന്നു, കവിത ഉണ്ടായിരുന്നു, സൂരജ് ഉണ്ടായിരുന്നു, വിജയൻ നമ്പ്യാരാശ ഉണ്ടായിരുന്നു. അങ്ങനെ
കുറച്ച് ആൾക്കാരായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പെർസ്യൂ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ചൊരു ഡയലോഗ് കയറ്റി പറഞ്ഞു. ഞാൻ ആൾക്കാർ തികയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തിരശ്ശീല പിടിക്കാനോ എണ്ണ ഒഴിക്കാനോ ഒക്കെ ഒരാളെ വേണമെങ്കിൽ എളിയവനായ എന്നെ കൂടി പരിഗണിക്കാം. അങ്ങനെ എനിക്ക് എൻ്റെ സൗഭാഗ്യത്തിൽ എനിക്ക് മുക്കുവിൻ്റെ വേഷം ചെയ്യാൻ പറ്റി. എൻ്റെ പരിപ്പിളകി അത് ചെയ്യാൻ പോയിട്ട് ഏറെ പരിശ്രമിച്ചു. എന്നാലും തരക്കേടില്ലാത്തൊരു അരങ്ങേറ്റവും എന്നാൽ അത്രയ്ക്ക് ശോഭിക്കാത്തൊരു അനിവാര്യത്വവും ചെയ്യാൻ പറ്റി. പക്ഷെ അതിനി ചെയ്യണം എന്നുള്ള എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഇനി ആ വേഷം ചെയ്യുന്നത് അത് ആ ബോർഡർ ക്രോസ് ചെയ്യുക എന്നുള്ളത് ഒരു എൻ്റെ ശരീരം തന്നെ മാറി. എനിക്ക് പുകവലി അല്ലാതെ വെട്ടിച്ചൊരുക്കേണ്ടി വന്നു. ഈ പറഞ്ഞ അച്ചടക്കത്തിലൂടെ കടന്നുപോയ ആ ശിക്ഷണം ചെയ്യേണ്ട അത് ചെയ്യാതെ പറ്റില്ല. അതൊക്കെ ചെയ്തു ഞാൻ. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ എൻ്റെ ഒരു ധാരണ എന്നുള്ളത് നമ്മൾ ഈ പാരമ്പര്യ കലകൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ സെറൻഡിപ്പിറ്റി ആർട്സ് ഫെസ്റ്റിവലിനോട് അഭിജ്ഞാന ശാകുന്തളം വേണുജി എന്ന് പറയുമ്പോൾ അവർക്ക് വേറെ ഒന്നിൻ്റെയും ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല, അവർക്കറിയാതെ. അപ്പോൾ അവർ റെഡിലി അവർ എഗ്രി ചെയ്യും, യെസ് എന്ന് പറയും. കാരണം അത് വിഖ്യാതമായിട്ടൊരു കഥയാണ്, ഇതിവൃത്താണ്, കലാരൂപം കൂടിയാട്ടാണ്. അതിനകത്ത് അവർക്ക് സംശയമില്ല. പാരമ്പര്യത്തിൻ്റെ ഒരു കാണാൻ പറ്റുന്ന ഒരാൾക്കും ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരാൾക്കും എന്താ കാണാൻ പോകുന്നതെന്നുള്ളത് അവർക്കറിയാം. പക്ഷേ കപില നേരത്തെ പറഞ്ഞത് അക്രം ഖാൻ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന നാടകങ്ങൾ അല്ലെങ്കിൽ ഈ മിൻതനാക്കൻ്റെ ഡാൻസ് ഇത് കണ്ടംപററിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ അതിനുവേണ്ടി മൂലധനം മുടക്കണവർക്ക് എന്തിനു വേണ്ടിയാണ് മൂലധനം മുടക്കണമെന്ന് അവർക്കറിയില്ല. കാരണം എന്തായാലും ഉണ്ടായി വരിക എന്ന് പറയാൻ പറ്റില്ല. റിഹേഴ്സലിന് വേണ്ടി ഞാൻ എൻ്റെ ഒരു നാടകം ചെയ്യാൻ എൻ്റെ നടന്മാരെ വിളിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നടിമാരെ വിളിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോകുന്നത് അവർക്കും അറിയില്ല, എനിക്കും അറിയില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നാടകം ഒരുക്കി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് കാണാൻ പോകുന്ന ആൾക്കാർക്ക് അറിയാം എന്താ കാണാൻ പോകണമെന്നുള്ളത് ഇല്ല. അപ്പോൾ ഇങ്ങനൊരു വല്ലാത്തൊരു കവിത പറഞ്ഞപ്പോൾ തന്നെ ഓവുചാലിനുള്ളിൽ കൂടെ ഒരാൾ വരികയാണ്, കണ്ണെടുക്കാൻ തോന്നുന്നില്ല. പക്ഷെ അത് എന്താ മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില എക്സ്പ്രഷൻസ് ഉണ്ടായി വരുന്നു എന്നാണ്. അപ്പം അങ്ങനെ ഒരു വലിയൊരു വ്യത്യാസം നമ്മുടെ പ്രവർത്തന മേഖലകളിലുണ്ട്. നമ്മളത് മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടേതായ രീതിയിൽ. പലപ്പോഴും അടിതെറ്റി താഴെ വീഴാറുണ്ട്. ഞാൻ കൂടി അടുത്തൊരു വേഷം ചെയ്തതുപോലെ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും ഈ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോമിൻ്റെതായിട്ടുള്ള ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ആരൊക്കെയാണ് നമ്മൾ ഒഫൻഡ് ചെയ്യുന്നത്? അങ്ങനെ വല്ലതും നമ്മൾ നേരത്തെ കൊട്ടേഷൻ ഉണ്ടായിരുന്നില്ലേ, ഈ ഒഫൻഡ് ബോത്ത് സൈഡ്സ് ഗെറ്റ് വെരി ആംഗ്രി, അങ്ങനെ ഉള്ള എന്തെങ്കിലും ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു കവിതയ്ക്ക്? അതൊരു ചോദ്യമാണ്. കാരണം ആരെയാണ് നമ്മൾ ഒഫൻഡ് ചെയ്യുന്നത്? ഉദ്ദേശിച്ചിട്ടല്ല, നമ്മൾ ഒഫൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത് അല്ലേ? പക്ഷെ ഒഫൻഡ് ആവണ ആൾക്കാരുണ്ട് തോന്നുന്നു. പ്രായം കൂടുന്നത്. പക്ഷെ എനിക്ക് ഇപ്പം തോന്നുന്നത് ആരെങ്കിലും ഒഫൻഡഡ് ആയാലും എനിക്ക് ഐ ഡോണ്ട് കെയർ. പക്ഷേ ഐ ഡോണ്ട് കെയർ ദാറ്റ് മച്ച്. ഹാവിങ് സെഡ് ദാറ്റ്, കമ്മിങ് ബാക്ക്, ശങ്കർ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതിലേക്ക് ഞാൻ തിരിച്ചു വരാണ്. ഇപ്പോൾ ഒരു കൂടിയാട്ടം, ഒരു കഥകളി അല്ലെങ്കിൽ ഒരു ഭരതനാട്യ കച്ചേരി അല്ലെങ്കിൽ ഒരു കർണാടക സംഗീത കച്ചേരി കേൾക്കാൻ പോകുന്ന ആൾക്ക് ഒരു കൃത്യമായ ധാരണയുണ്ട് എന്താണ് കാണാൻ പോകുന്നത്. പക്ഷേ സമകാലികമായിട്ടുള്ള ഈ കണ്ടംപററി ആർട്ട് പലതരം കണ്ടംപററി ആർട്ടിൻ്റെ കാര്യത്തിലും ആ ഒരു അൺഎക്സ്പെക്റ്റഡ്നെസ്, സർപ്രൈസ് എലിമെൻറ്റ് ഉണ്ട് എന്നുള്ളത്. അത് ശരിക്കൊരു യാഥാർത്ഥ്യം, അടിസ്ഥാന എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള ഒരു യാഥാർത്ഥ്യം ഉണ്ടെങ്കിലും ഐ ഫീൽ സ്ലൈറ്റ്ലി ഒഫൻഡഡ് when I hear. കാരണം ഞങ്ങളുടെ സങ്കല്പത്തിൽ, ഒരു പാരമ്പര്യ കല കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ സങ്കല്പത്തിൽ ഞങ്ങളുടെ ഇതിവൃത്തം ഒന്നാണെങ്കിലും ഒരിക്കലും രണ്ട് അവതരണങ്ങൾ ഒരുപോലെ അല്ല എന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ. അപ്പോൾ അതിനകത്ത് ഒരുപാട്
അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂവാൻസ്, ഇൻ്റർപ്രിട്ടേഷൻ, കോംപ്ലെക്സിറ്റി അതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില പ്രതീക്ഷകൾ നമ്മൾ പൂരിപ്പിക്കുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള പല അനുഭവങ്ങളും പ്രേക്ഷകർക്ക് കൊടുക്കാൻ കഴിയണം എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇത് പറയുമ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിച്ചപ്പോഴെന്ന് വെച്ചാൽ ഇപ്പോൾ അപ്പുറത്തിരിക്കുന്ന രണ്ടാൾക്കാരാണല്ലോ. എനിക്ക് പലപ്പോഴും എനിക്ക് എൻ്റെ അച്ഛൻ വരെ പറയാൻ പലപ്പോഴും അസൂയ തോന്നും. വളരെ സ്വതന്ത്രമായിട്ട് സൃഷ്ടിക്കുന്ന ആൾക്കാരുടെ അസൂയ തോന്നും. ഒരു പക്ഷേ ശങ്കറിനും ഫോമിൻ്റെ ബലത്തിൽ വളരെ അബാൻഡൻമെൻറ്റോടുകൂടി അഭിനയിക്കുന്ന ഞങ്ങളോട് ചിലപ്പോൾ ശങ്കറിന് അസൂയ തോന്നാമായിരിക്കാം. ബോർഡർ ക്രോസിങ്ങിൻ്റെ ഒഫെൻസീവ്നെസ് എന്ന് എനിക്ക് തോന്നുന്നത് ആദ്യം ഞാനത് പറഞ്ഞതിൽ ഞാൻ പിൻവലിക്കുന്നു. ഒഫൻസ് I am very, very sorry to have offended you. Very deep from within. I didn't mean to. I think offense happens like in the context of artistic liberties and creativity and all those things. Offense വരുന്നത് ദൃഢമായിട്ടുള്ള വിശ്വാസങ്ങൾ, ആ വിശ്വാസം വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നായിരിക്കും ഓരോരുത്തർക്കും ആ വിശ്വാസങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ചില കലാരൂപങ്ങളെ വളരെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും. കർണാടക സംഗീതത്തെ അല്ലെങ്കിൽ കൂടിയാട്ടത്തെ വളരെ അധികം ആത്മാർത്ഥതയോടുകൂടി സ്നേഹിക്കുന്ന ഒരാൾ അത് ഒരു പ്രത്യേക രീതിയിൽ അവർ കാണുകയും അതിന് വളരെയധികം ഇഷ്ടപ്പെടുകയും പുറമേ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൈകാര്യം ചെയ്യുന്ന കലാകാരികളല്ല. പലപ്പോഴും അത്തരം കലാരൂപത്തെ വളരെയധികം ആത്മാർത്ഥമായിട്ട് എപ്പോഴും ആ ആത്മാർത്ഥതയിൽ അറിയിക്കില്ല. പലപ്പോഴും ആ ഒരു സ്നേഹം could be very colored by like their religious, political, cultural small-mindedness also. But whatever it is, it comes from a deep place. And then usually അത്തരം ആൾക്കാർക്ക് മാറ്റങ്ങൾ വളരെ ഒഫെൻസീവായിട്ട് അനുഭവപ്പെടുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കല കൈകാര്യം ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സിന് പലപ്പോഴും അവരവരുടേതായിട്ടുള്ള സങ്കല്പങ്ങളുണ്ട്. ഈ കല എങ്ങനെ നിലനിൽക്കണം, അതും ഈ പറഞ്ഞ കംസ് ഫ്രം വെരി പ്ലേസ് ഓഫ് ഗ്രേറ്റ് സിൻസിയറിറ്റി. They feel like they comes from a place of great awareness of the generations that have contributed the various elements that create this particular form as we know it today. And they come from that deep awareness, and they have probably been instilled with that awareness from a very young age in a very conservative environment of learning. And they also feel a strong sense of ownership. I don't know if that is the right word, but a lot of times when people feel like maybe from false beliefs that they have, like for instance, like Brahmins feel a strong sense of ownership towards the Carnatic music, or particular communities or particular so that feeling of ownership also creates that environment of being offended. So it is definitely a very fine balance of negotiating what is the right way to contaminate an art form. Because it is a contamination often. When you bring a new text, when you try to alter the vocabulary. So maybe you're doing something that is very, very important. For example, as a woman, I'm trying to enforce into my art an equal space or a reimagination of female characters. And I have full conviction in my cause, but in the process of doing that, I am dismantling something that has been in a particular way for centuries. And it is a very offensive, can be very offensive. Sorry, I spoke a lot. And in English. I was thinking I should remind you, but I didn't want to interrupt you. But again, maybe ഞാൻ പാരമ്പര്യം സമകാലികം എന്ന് പറഞ്ഞു അതിനൊന്ന് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും.
അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ആയിക്കോട്ടെ. വാട്ട് കൈൻഡ് ഓഫ് തിയേറ്റർ? അതാണ് നമ്മൾക്ക് ഇത്ര നേരം ചർച്ച ചെയ്തു തോന്നുന്നു അല്ലേ? ഈ പാരമ്പര്യ നാടകങ്ങൾ എനിക്ക് ഇവരുടെ പിന്നരക്കൽ, ഈ ശാകുന്തളത്തിൻ്റെ പിന്നരക്ക് കണ്ട് അത്ഭുതപ്പെട്ടു പോയി ഞാൻ. അതിനകത്തൊരു വിജയൻ നമ്പ്യാരുണ്ട്. അദ്ദേഹമാണ് അല്ലെങ്കിൽ എന്താ നടക്കണമെന്ന് മുഴുവൻ പുള്ളിക്കറിയാം. പുള്ളി അതിൻ്റെ കൂടെ മാറ്റി കെട്ടുണ്ട്, മറ്റേ ആൾക്ക് മുഖത്ത് വളയം വെച്ച് കൊടുക്കുന്നുണ്ട്, ഇന്ന് ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയണ്ട, മറ്റേ നമുക്ക് രണ്ടാമത് കുറവുണ്ട്, ഇടയ്ക്ക് പോയി കുറച്ച് നേരം വിഴാവ് കൊട്ടി വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് എന്തോ ഒരു തരം അറിവ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഈ വിഴാവുകാരൊക്കെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരൊക്കെ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് ഒന്നല്ല എടുക്കുന്നത്. അവർ മറ്റൊരാളെ വേഷം കെട്ടിക്കുക, മറ്റേ ഇതെടുത്ത് കെട്ടിക്കുക, അത് കെട്ടിക്കുക, നോക്കുക. അത് ഭയങ്കരമായിട്ട് പിന്നരൊക്കെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ടോ? അതിൻ്റെ ഒരു അംശം മാത്രമാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. അത് വലുതാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. പിന്നെ എനിക്ക് അവരിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ ഭയങ്കര ഒരു തിരിച്ചറിവ് തോന്നിയൊരു കാര്യം, ഞാൻ 2002 കാലഘട്ടത്തിൽ ശാകുന്തളം കണ്ടല്ലോ. ആ സമയത്ത് എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള 2 കാര്യം, നമ്മൾ ഡ്രാമാസ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്ത്രീ കഥാപാത്രങ്ങൾ സംസ്കൃതത്തിൽ സംസാരിക്കില്ല. സ്ത്രീ കഥാപാത്രങ്ങളും മൃഗങ്ങളും അല്ലേ സംസ്കൃതം അല്ലാതെ പ്രാകൃതമാണ് കൈകാര്യം ചെയ്യുക. ചില പുരുഷ കഥാപാത്രങ്ങൾ ഉത്തമ കുലജാതന്മാരായിട്ടുള്ള പുരുഷന്മാർ, ധീരോദാത്തന്മാർ, രാജാവ്, ദൈവങ്ങളൊക്കെയാണ് സംസ്കൃതം പറയുക. പക്ഷേ ഈ ശാകുന്തളത്തിൽ കപില സംസ്കൃതത്തിൽ ഒരു വാക്യം പറയുന്നു. അത് സംസ്കൃതത്തിൽ ഏറ്റവും വലിയ തെറിയായിരിക്കും ഒരു പക്ഷേ, അനാര്യ എന്നുള്ളത്. ദുഷ്യത്തിൻ്റെ മുഖത്ത് നോക്കി പറയണം അനാര്യ, 3 പ്രാവശ്യം പറയുന്നുണ്ട്. അത് കപില കൂടിയാർന്ന് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന നമ്മളുടെ മേലൂടെ ഇലക്ട്രിസിറ്റി പാസ് കറണ്ട് അടിച്ച പോലെയാവും. അത്രയും പവർഫുൾ ആയിട്ടൊരു അട്ടറൻസ് ഞാൻ സ്റ്റേജിൽ ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. അതെന്നെ ഭയങ്കര 20 വർഷം മുന്നേ ഷോക്ക് ചെയ്തിരുന്നു. ഈ അടുത്ത് സെലിബ്രിറ്റിയിൽ ഞാൻ ഈ നാടകം കണ്ടപ്പോൾ ആ ഭാഗം എനിക്കറിയാം. പക്ഷേ പിന്നീട് 7-ാം അംഗത്തിലാണ് വീണ്ടും കണ്ടുമുട്ടുന്നത് അല്ലേ? 7-ാം അംഗത്തിൽ കണ്ടുമുട്ടാണ് ദുഷ്യന്തനും ശകുന്തളയും. അപ്പോൾ ശകുന്തള അയ്യാവ് എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. ആര്യപുത്ര വിളിക്കില്ല, ഇതിന് മുന്നേ പൂ എന്ന് പറഞ്ഞാൽ നിർത്തുക. അതും എന്നെ വീണ്ടും ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു എൻ്റെ മേത്ത് കൂടെ. അത് നേരത്തെ 4-ാം അംഗത്തിൽ അനാര്യ എന്ന് പറഞ്ഞ അതേ ആൾ തന്നെ ആര്യപുത്ര എന്ന് വിളിക്കാൻ തുടങ്ങി. പക്ഷെ വിളിക്കുന്നതിന് മുന്നേ അവരത് മുഴുമിപ്പിക്കുന്നില്ല. അപ്പോൾ അത് ഞാൻ അന്ന് കണ്ടിരുന്നില്ല, അല്ലെങ്കിൽ അന്ന് എൻ്റെ മനസ്സിലത് വന്നിട്ടില്ല. അത് പുതിയൊരു എഡീഷൻ ഇൻ ടു ദ ട്രഡീഷൻ, എ ന്യൂ എഡീഷൻ ഇൻ ടു ദ ട്രഡീഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ അത് എന്താ അറിയില്ല, നമുക്ക് ഈ ചില കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ ഒരു കാര്യം മനസ്സിലാവില്ലേ, ആ മനസ്സിലാവുന്ന അനുഭവം തിയേറ്ററിൽ നമുക്ക് കിട്ടുമ്പോൾ വല്ലാത്തൊരു പ്രകാശം പോലെ തോന്നും. ആ ഒരു 4-ാം അംഗത്തിൽ തെറി വിളിച്ച് പോയിട്ടുള്ള ആളാണല്ലോ, 7-ാം അംഗത്തിൽ ഇങ്ങനെ പറയുമ്പോൾ അതൊരു പ്രകാശമായിട്ട് എനിക്ക് പലപ്പോഴും ഈ തിയേറ്ററിൽ തോന്നിയിട്ടുണ്ട്. എന്താ പറയുക, ഒന്നും പറയാൻ പാടില്ല. അടുത്ത ചോദ്യം എൻ്റെ അല്ലേ? What is the earliest memory that you have about me? I was waiting for that question. എനിക്ക് ശങ്കറിനെ കുറിച്ചുള്ള ഏറ്റവും ആദ്യത്തെ ഓർമ്മ കേരള സംഗീത നാടക അക്കാദമിയിലെ ഒരു ശില്പശാല ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു ആ ശില്പശാലയിൽ. കാവാല സാർ ഉണ്ടായിരുന്നു. കാവാല സാർ ഉണ്ടായിരുന്നു. അക്കാദമി ചെയർമാനായിരുന്നു അദ്ദേഹം. ഇത് പ്രോജക്ട് ഇനിഷ്യേറ്റ് ചെയ്തു, പ്രോജക്ട് ഡയറക്ടർ വേണ്ടി ചെയ്യുന്നു. എന്തായാലും ഞാൻ 1-2 ദിവസം ആ വഴിയിൽ വന്നിരുന്നു. ആ ശില്പശാല നടക്കുന്ന സമയത്ത് ശങ്കരൻ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ശങ്കരൻ മറ്റേ കുടുംബം ഉണ്ടായിരുന്നു, നീട്ടിയ കുടുംബം ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണ്, ശങ്കർ ചുവന്ന ടീഷർട്ട്
മാറി ഉള്ളോട്ട് വിചാരിച്ച് ഞാൻ കാവ്യം കൊണ്ട് വായിച്ചിരുന്നു. എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ഓർമ്മ ശരിയാണെന്ന് അറിയില്ല. പക്ഷെ എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഏറ്റവും ശങ്കരനെക്കുറിച്ച് ഓർമ്മ മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയുള്ള പറഞ്ഞോട്ടെ. എനിക്ക് അന്നേ ഞാൻ ശങ്കറിനെ അന്ന് ആക്ച്വലി ഞാൻ ടീച്ചറാണ്, എനിക്ക് ഞാനൊരു ടീച്ചറാണ്, ശങ്കറിൻ്റെ സ്റ്റുഡൻ്റ് ആണെങ്കിലും I have always felt like you already had a very strong sense of, like you felt like a very wise person. And അന്ന് ഇന്നും എനിക്ക് ശങ്കറിനെ കുറിച്ച് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ വളരെയധികം I'm really drawn to you is your power of your storytelling, the clarity with which you work and you articulate, and I think that's also, that clarity is also in the way you do your process everything. I have always felt like it's a complexity that comes from a very beautiful clarity, in the sense that I often feel like you would never deliberately mystify something just for the sake of that. So even often when you speak about your process, I say, oh my God, this man is revealing too much. I want to say, no, don't, but in the sense of wanting to protect you, not from the sense of like not wanting to know about your process, or because knowing about your process would take away from the experience of the work. It's not that, but I feel like you open and you have a lot of that. And then through having known you over many years, that building brick by brick is like the big lesson that I continue to learn from you. And yeah, so from the beginning I was always in awe, basically. For me also, my first You memory. don't have to match this. No, it's I have something. I've already started telling the audience about your character portrayal of Shakuntala. My first Malayalam. Thanks. Thank you. ഞാൻ ഇതേ വർക്ക്ഷോപ്പിലാണ് ഞാൻ ആദ്യമായിട്ട് കവിതയെ കാണുന്നത്. അപ്പോൾ വേണുജിയുടെ പരിശീലനം, കാവാല സാറിൻ്റെ പരിശീലനം ഇതൊക്കെ അക്കാദമിയിൽ നടക്കും. വൈകുന്നേരം ഒരു ദിവസം ഇരിങ്ങാലക്കുടയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു. നാടകം ശാകുന്തളം റിഹേഴ്സൽ കാണാൻ വേണ്ടി ക്ഷണിച്ചു. അപ്പോൾ ഈ റിഹേഴ്സലിൽ ആണ് ഞാൻ കവിത ആദ്യമായിട്ട് കാണുന്നത്. 4-5 അംഗത്തിൽ ശകുന്തള ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിൽ വരുന്ന ഭാഗമാണ്. അപ്പോൾ അതുവരെ കപില എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കപിലയാണ് ശകുന്തള എന്നൊക്കെ ആരൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ വേണുജിയുടെ മോളാണ് കപിലയാണ്. ഈ കവിതയെ ഞാൻ ശകുന്തളയായിട്ടാണ് കാണുന്നത്. അതൊരു അസാമാന്യമായൊരു തിയേറ്ററിക്കൽ ഡിവൈസാണ് ശകുന്തളയുടെ എൻട്രി കൊട്ടാരത്തിലേക്ക്. ഈ തിയേറ്ററിൻ്റെ ഒരു ബാലപാഠം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്നിനെ മറച്ചു വെച്ചിട്ട് അതിനെ റിവീൽ ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്നൊരു വല്ലാത്തൊരു ഒരു മഹേന്ദ്രജാലം ഉണ്ട് അതിൽ. അതാണ് ഞാനന്ന് കവിതയിൽ കാണാൻ പറ്റിയത്. ഒരു ചുവന്ന തുണിയാണ് കൊണ്ടുവരുന്ന കവിത. ഒരു ചുവന്ന തുണി കിടക്കണ്ടായിരുന്നു, കോടിത്തുണി അല്ലേ. ചുവന്ന മുണ്ടിനെ പറ്റി സംശയം തോന്നിയ പോലെ തന്നെ എനിക്ക് ഇതിനെപ്പറ്റി സംശയമായിപ്പോൾ. ഇങ്ങനെ ശകുന്തള വരിക, എന്നിട്ട് ഈ ദുഷ്യന്തൻ്റെ മുമ്പിൽ ഇതിങ്ങനെ അതൊക്കെ റിവീൽ ചെയ്യുമ്പോൾ ആണ് ഞാൻ കവിതയിൽ ആദ്യമായിട്ട് കാണുന്നത്. ആ സമയത്ത് ഞാൻ കപില, ശകുന്തള, കാളിദാസൻ എല്ലാവരെയും എനിക്ക് കാണാൻ പറ്റി. എന്നോട് രമേശ് വർമ്മ മാഷ എന്നെ ഭ്രാന്ത് പഠിപ്പിച്ചിട്ട് സാധാരണീകരണം എന്നുള്ള സാധനം പറഞ്ഞിട്ട് ഡ്രാമ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് സത്യത്തിൽ ഇവരാരെങ്കിലും കാണുമ്പോഴാണ്. എനിക്ക് ഇവരൊന്നുമല്ല ഞാൻ കാണുന്നത്, ഞാൻ എന്നെ തന്നെയാണ് ഞാൻ കാണുന്നത്. ഞാൻ കാളിദാസനെ കാണുന്നു, ഞാൻ ശകുന്തളയെ കാണുന്നു. എനിക്ക് ഇവരെയൊക്കെ മനസ്സിലായി. കാളിദാസനെ എനിക്ക് കിട്ടി, അനുഭവം കിട്ടുകയാണ് എനിക്ക്, കവിയുടെ അനുഭവം കിട്ടുന്ന പോലെ, ഇല്ലെങ്കിൽ കഥാപാത്രത്തിൻ്റെ അനുഭവം നമ്മളിലേക്ക് വരികയാണ്. അങ്ങനെ കവിത ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മുടെ വേറൊരു ലോകത്തിലേക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഒരുപക്ഷെ തിയേറ്ററിലുള്ള എൻ്റെ കൺവിക്ഷൻ തന്നെ
10 മടങ്ങ് വർദ്ധിക്കാനുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതാണ്. അതാണ് എനിക്ക് കപിലയുടെ ആദ്യത്തെ ഒരു എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഓർമ്മ. പിന്നെ കപില സിംഗപ്പൂർ വന്നു ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് എന്നെ കുറേ കഷ്ടപ്പെടുത്തിയ ഓർമ്മയുണ്ട്. ഇവർ താഴ്ന്നു നിൽക്കണമല്ലോ, അരമണ്ഡലത്തിൽ നിൽക്കണമല്ലോ, അപ്പം ഇങ്ങനെ വന്നിട്ട് താഴൂ എന്ന് പറയും, കയ്യും കാലും വിറച്ചിട്ട് നമുക്ക് പക്ഷെ ചിരിച്ച് പുരി കിടക്കണം. എല്ലാം കിട്ടാതെ വിറയ്ക്കുമ്പോഴും നമ്മൾ ചിരിച്ച് പുരി കിടക്കണം. അത്ര അപ്പം ഇങ്ങനെയൊക്കെ ഒരുതരം റാഗിങ് പോലെ തോന്നിയിട്ടിരിക്കും ആ സമയത്ത്. പക്ഷെ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. അത് മനസ്സിലാക്കാനും ആ കലാരൂപത്തിൻ്റെ പിന്നിലുള്ള എഫർട്ടും അധ്വാനമൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് മനസ്സിലാകുമ്പോൾ അതിൻ്റെ ഒരു അനുഭവം വേറെ തന്നെയാണ്. ഇതാണ് എനിക്ക് കപിലയുടെ ഫസ്റ്റ് കപിലയായിട്ടുള്ള ഓർമ്മ. നമ്മൾ കുറേ കാലം പിന്നെ നമുക്ക് അങ്ങനെ ഒരു കണക്ഷനോ സൗഹൃദമോ ഒന്നും നമുക്ക് ഡെവലപ്പ് ചെയ്യാനോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ക്രിയേറ്റീവായിട്ടുള്ള നമ്മുടെ ഒരു ഏരിയയിൽ നമ്മൾ പരസ്പരം വളരെയധികം ഇൻസ്പിറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്, എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. Can you share one thing that you have said about me to someone or a common friend in my absence? ഞാൻ കപിലയെ പറ്റി മറ്റൊരാളോട് കപിലയുടെ അഭാവത്തിൽ ഞാൻ എന്താണ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ അടുത്തൊരു നാടകം ചെയ്തിരുന്നു. ഒരു ജാപ്പനീസ് ഫോക്ലോറായി ബന്ധപ്പെട്ടിട്ട്, ഒരു സ്റ്റോറിയായി ബന്ധപ്പെട്ടിട്ട് ഒരു കഥയാണ്. ഹാഗുറോമോ, തൂവൽ കുപ്പായം എന്നാണ് എൻ്റെ പേര്. അതിന് കവിത ഒരു മീൻകാരിയുടെ വേഷം ചെയ്തു. പിന്നെ മിക്കാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജപ്പാനിൽ നിന്നുള്ളൊരു വളരെ സീനിയറായിട്ടുള്ള ഒരു ആക്ട്രസ് അതിനകത്ത് ഒരു മാലാഖയുടെ വേഷം ചെയ്തു. ഇത് 2 പേരാണ് കഥാപാത്രങ്ങൾ. നമ്മൾ ഏകദേശം ഒരു 10 ദിവസത്തോളം റിഹേഴ്സൽ ചെയ്തിട്ട് നമ്മളൊരു അവതരണം അട്ടപ്പാടിയിൽ അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള പുറത്തുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ ഈ നാടക റിഹേഴ്സൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നടന്മാരുടെ സംഘം, സംവിധായകൻ എന്നുള്ള രീതിയിലുള്ളൊരു ബോർഡർ സ്വതവേ അതിൽ വന്നുപെടാറുണ്ട്. അതിൽ പ്രത്യേകിച്ചും ഈ വളരെ സീനിയറായിട്ടുള്ള ആക്ട്രസ്, സംവിധായകരെ കഥ കണ്ടതാണല്ലോ വളരെയധികം ബുദ്ധിമുട്ടിക്കവർ. പക്ഷെ അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ, അല്ലാതെ സ്വാർത്ഥതയല്ല. അവർക്ക് ചില കാര്യങ്ങൾ ഞാനിപ്പോൾ എന്തിനാണ് ഇവിടെ അങ്ങോട്ട് മൂവ് ചെയ്യണമെന്നുള്ള എനിക്കൊരു റീസൺ വേണം. സോ ആ റീസൺ കിട്ടണവരെ അവർ കൺവിൻസ്ഡ് ആവില്ല, ചെയ്തവർ കപ്പിലവരെ ചില കാര്യങ്ങൾ. എനിക്ക് റീസൺ ഇല്ലെങ്കിൽ ഞാൻ ഈ നാടകം തന്നെ ഉപേക്ഷിച്ച് പോകുന്നു പറഞ്ഞാൽ എനിക്കൊന്നും റീസൺ ഇല്ല, കാരണമില്ല. അപ്പം അങ്ങനെ അത് നമ്മൾ ടെൻസ്ഡ് ആവും. നമ്മൾ ഒരേ സമയം സംവിധായകൻ പ്രൊഡ്യൂസറൊക്കെയാണല്ലോ. അപ്പോൾ ഇവർ 2 പേരും നടന്മാരുടെ സംഘവും ഞാൻ സംവിധായകനായി. അപ്പോൾ എൻ്റെ ഈ ജാപ്പനീസ് ആക്ട്രസ് നല്ല സീനിയറാണ്, നമുക്കറിയാം എങ്ങനെ സംവിധായകനെ റാഗ് ചെയ്യണമെന്നുള്ളത്. അവരന്ന് കളിയുടെ ഉച്ചഭക്ഷണം കഴിക്കും, വൈകുന്നേരം കളിയാണ്, എല്ലാവരും തയ്യാറെടുപ്പും ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇവരുടെ പരാതി പ്രോട്ടീൻ ഇല്ല, നടന്മാർക്ക് പ്രോട്ടീൻ വേണം, കുറച്ച് ചിക്കനും മീനൊക്കെ വാങ്ങിക്കൊണ്ട് പോയോ എൻ്റെ അടുത്ത്. ഞാൻ ഓടിയല്ലോ അപ്പം തന്നെ ചിക്കനും മീനും വാങ്ങാൻ. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ എൻ്റെ കൂടെ ഗോപാലേട്ടനുണ്ട് കേട്ടോ. അപ്പോൾ ഗോപാലേട്ടനോടാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് ഈ കാര്യം. അപ്പോൾ ഞാൻ പോയിട്ട് ചിക്കൻ വേണം ഗോപാലേട്ടൻ. അവർ നടന്മാർ ഭയങ്കര പ്രശ്നമാണ്, അവർ ചിക്കനും മീനൊക്കെ വേണം വാങ്ങിക്കൊണ്ട്. ഞാൻ ഇക്കാര്യസ്ഥാനാണ് ഒരാൾ ചോദിച്ചത്, അവർക്ക് കൊണ്ട് ചിക്കനൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഗോപാലേട്ടൻ പോയി. അന്നേ ദിവസം ഞാനിത് വിളിച്ചു പറയുന്നത് ഗോപാലേട്ടൻ 2 ദിവസം കഴിഞ്ഞിട്ട്, ഗോപാലേട്ട ഞാൻ ഈ നാടകം തുടങ്ങണേന് ഒരു 20 മിനിറ്റ് മുന്നേ താഴെ ചെന്നപ്പോഴേ ഇവർ 2 പേരും കൂടി ഒന്ന് ചിക്കൻ കഴിക്കുകയാണ്. കാപ്പിൽ കൊണ്ട് മിക്കാരിസ്ഥാനുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞാൽ കളിക്കാനുള്ള നാളത്തിന് ഇപ്പോൾ പ്രോട്ടീൻ ആവുമോ എന്ന് ഗോപാലേട്ടൻ ചോദിച്ചു. ഞാൻ ഇപ്പോൾ ഈ ചിക്കൻ കഴിച്ചാൽ പ്രോട്ടീൻ ആവുമോ, എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കവര് അങ്ങനെ പരാതി ഞാൻ പറഞ്ഞു. കപിലയുടെ അഭാവത്തിൽ കപിലയെ കുറിച്ച് ഗോപാലേട്ടനോട് ഞാൻ പറഞ്ഞു, 2 നടന്മാർ ചേർന്നിട്ട് റാഗിയ ഗോപാലേട്ടൻ. പക്ഷെ പലപ്പോഴും ഞാൻ ശങ്കർ കൂടെ എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളതായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ അഭിമാനം ഒരിക്കലും ശങ്കറിനോട് അത് പറയാൻ അനുവദിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് സംഭവിച്ചു, നല്ല കാര്യം. പക്ഷെ അങ്ങനെ പലരോടും മറ്റുള്ളവരോട് പറഞ്ഞു എനിക്ക് ശങ്കറിൻ്റെ സംവിധാനത്തിൽ എന്തെങ്കിലും അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു.
ഇനി നമ്മൾ നിങ്ങളുടെ കുറച്ച് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരോടാണെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം കപിലയോടാണ്. ഈ ക്രോസിംഗ് ബോർഡേഴ്സിനെ പറ്റി ഓൾറെഡി പറഞ്ഞു. അതായത് കൂടിയാട്ടം എന്നുള്ള ബോർഡർ ക്രോസ് ചെയ്തിട്ട് കണ്ടംപററി ഡാൻസിലേക്ക് ബോർഡറിനെ പറ്റി കപില സംസാരിച്ചു. പക്ഷെ അതിനു മുമ്പ് യു ഹാവ് ഓൾറെഡി ക്രോസ് ദ ബോർഡേഴ്സ്. അതായത് വേണുജി കപിലയും ചാക്യാന്മാരുടെ കൂത്ത കൂടിയാട്ടം എന്ന ട്രഡീഷണൽ കലയിൽ അവരുടെ ആ ബോർഡർ ക്രോസ് ചെയ്തിട്ടാണ് നിങ്ങൾ ആ കലയിലേക്ക് എൻ്റർ ചെയ്തത്. അതിനെപ്പറ്റി രണ്ട് വാക്ക് പറയാം. ആ ബോർഡർ ശരിക്കും എൻ്റെ അച്ഛൻ്റെ തലമുറയാണ് ആദ്യം ക്രോസ് ചെയ്യണത്. എൻ്റെ അച്ഛൻ്റെ ആ ഒരു തലമുറയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരുപാട് കലാകാരികളും. പക്ഷെ ശരിക്കും ആ ബോർഡർ തുറന്നു തന്നത് വളരെ വിശാല മനസ്കരായിട്ടുള്ള കുറച്ച് ആചാര്യന്മാർ, പ്രത്യേകിച്ചും പൈങ്കുളം രാമചന്ദ്രാശാനും തുടർന്ന് അമലൂർ മാധവചന്ദ്രാശാനും ആണ് ആ ആദ്യത്തെ ആ ഒരു അതിർത്തി തുറന്നു തരുന്നത്. അവർ വളരെ തുറന്ന മനസ്സോടുകൂടി, കാരണം അവരുടെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ആഗ്രഹം അന്നത്തെ കാലത്ത് കല നിലനിൽക്കുക, ആ പാരമ്പര്യം നശിച്ചു പോകാണ്ട് അത് ആരെന്ന് ഇന്ന ആളെന്നില്ല, ഇന്ന സമുദായം എന്നില്ല, അത് നന്നായിട്ട് പഠിക്കുന്ന ആരാണെങ്കിലും അവരെ നന്നായിട്ട് അഭ്യസിക്കും. രാമചന്ദ്രാശാനാണെങ്കിൽ നമുക്കറിയാം, അദ്ദേഹത്തിന് തന്നെ രാമനാശാൻ ശിവനാശാൻ വിഘടിപ്പിച്ച് ശേഖരിച്ചത്. അവരെ വളരെ വളരെ നന്നായിട്ടാണ് അദ്ദേഹം അഭ്യസിപ്പിച്ചു. മാത്രമല്ല കൂടിയാട്ടത്തെ ഇങ്ങനെ പൊതുജനത്തിന് ആസ്വാദ്യമാക്കാമെന്ന് ആദ്യം ചിന്തിച്ച ആൾക്കാരിൽ ഒരാളാണ്. ഇത് മാറുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെ കൂടിയാട്ടത്തെ എല്ലാവർക്കും വേണ്ടി ഇതാക്കാം. അപ്പം അന്ന് അദ്ദേഹം അത് ആഹാര്യത്തിൽ നിന്നും കണ്ടന്റിൽ നിന്നും ഒട്ടും കണ്ടുപരിചയമില്ലാത്ത ആൾക്കാർക്ക് കൂടിയാട്ടത്തെ എങ്ങനെ രത്നച്ചുരുക്കത്തിൽ അവതരിപ്പിക്കാം, അത്ര വലിയ വലിയ പലപ്പോഴും ഇപ്പോൾ നമുക്ക് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വിമർശനാത്മകമായിട്ട് അത്തരം കാര്യങ്ങളെ കാണുന്നത്. പക്ഷെ അത് വളരെ അടിസ്ഥാനരഹിതമാണെന്നെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ വളരെ വലിയൊരു ആവശ്യമാണ് അദ്ദേഹം അവിടെ പൂർത്തീകരിച്ചത്. അതേപോലെ തന്നെ അമ്മനൂരാശാൻ്റെ അവിടെയും അദ്ദേഹവും പ്രചോദനം പൈങ്കുളം രാമചന്ദ്രാശാനാണ്. അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ശിഷ്യരെ സ്വീകരിക്കുകയും നല്ല രീതിയിൽ അഭ്യസിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്വന്തം അദ്ദേഹം കുറച്ചുകൂടി നടൻ എന്നുള്ള രീതിയിൽ വളരെയധികം വീണ്ടും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിനയവും അദ്ദേഹത്തിൻ്റെ കഴിവും എങ്ങനെ കൂത്തമ്പലത്തിൽ നിന്ന് മറ്റുള്ള വേദികളിലേക്ക് എങ്ങനെ എത്തിക്കാം, അപ്പം അതിന് വേണ്ട മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം അവതരണങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. വളരെ റാഡിക്കലായിട്ട് ഇപ്പോൾ വേഷത്തിന് തന്നെ വലിയ വലിയ മാറ്റങ്ങൾ. ഇപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ വേഷം എന്ന രീതിയിൽ നെയ്തേച്ച സൂത്രധാരൻ്റെ വേഷം ഉണ്ടാക്കി. അതെന്താ വെച്ചാൽ സൗകര്യം കൂടി നോക്കിയിട്ടാണ്. വളരെ ദൂരദേശങ്ങളിൽ പോയിട്ട് അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും ചുട്ടിക്കുത്താനൊക്കെ ഉള്ള ഒരു സമയം ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ചില ഭാഗങ്ങൾ മാത്രം പാർവതീഗ്രഹവും കൈലാസത്തിനും മാത്രം എടുത്ത് അഭിനയിക്കുക. ആ രീതിയിൽ കൂടിയാട്ടത്തെ വളരെ ജനകീയമായിട്ട് എത്തിക്കാനുള്ള വളരെ റാഡിക്കലായിട്ടുള്ള ബോർഡർ ക്രോസിങ് അവരുടെ നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നങ്ങ്യാർവത്തിൻ്റെ പുനരുദ്ധാരണം, നങ്ങ്യാർവത്തിൻ്റെ അത് ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു കോൺട്രിബ്യൂഷനാണ്. കാരണം ഒരു സ്ത്രീ പാരമ്പര്യമാണ്, നങ്ങ്യാരമ്മമാരുടെ പാരമ്പര്യമാണ്. ശരിക്കും ഒരു ചാക്യാർ എന്നുള്ള മനോഭാവത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിനുവേണ്ടി പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം അത് ഉഷ്ടിച്ചയുടെ പ്രധാന ശിഷ്യയോടുള്ള വാത്സല്യം കൊണ്ടും കലയോടുള്ള സ്നേഹം കൊണ്ടും അദ്ദേഹം പൂർണ്ണമായിട്ടും ആ ആട്ടപ്രകാരത്തെ വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഓരോ ഭാഗത്തും അഭിനയം എങ്ങനെ പോഷിപ്പിക്കാമെന്ന് ആലോചിച്ച് ഓരോ ഭാഗം എടുത്തിട്ട് പൂതനാമോക്ഷം ചിട്ടപ്പെടുത്തിയത് വലിയ കഥകളുണ്ട്. അദ്ദേഹം കഥകളി, കൃഷ്ണാട്ടം എല്ലാ പൂതനാമോക്ഷങ്ങളും കണ്ട് മനസ്സിലാക്കി വായിച്ച് അങ്ങനെ കംസതായാലും പൂതനാമോക്ഷമായാലും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഗോവർദ്ധനോദ്ധാരണത്തിൽ ഗോവർദ്ധനം പൊക്കുന്നത് കൈലാസോദ്ധാരണം പോലെ വളരെ വിസ്തരിച്ചിട്ടുള്ള ആട്ടങ്ങളുണ്ട്. അങ്ങനെ അതിനുവേണ്ടി പ്രയത്നിച്ച് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ പുരുഷവേഷം കെട്ടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു തലമുറയാണ്
എല്ലാ സമുദായത്തിലും ഇപ്പോൾ കൂടിയാട്ട കലാകാരന്മാരുണ്ട്, കലാകാരികളുണ്ട്, മിഴാവ് കലാകാരികളുണ്ട്. ഇപ്പം ആ അതിർത്തികൾ ശരിക്കും കടക്കപ്പെട്ടു. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അങ്ങനെ പോകണം. രമേശ ചോദ്യമൊന്നുമില്ല, പറഞ്ഞുകൊള്ളാം. ആക്ച്വലി ബോർഡർ ക്രോസ് ചെയ്യണമെങ്കിൽ ബോർഡർ ഉണ്ടാകണം ആദ്യം. അത് കുറേ ഉണ്ട്, കുറേ നമ്മളുണ്ടായിരുന്നു. പലതരത്തിലുള്ള ബോർഡർ, രൂപത്തിൻ്റെ ഫോമിൻ്റെ ബോർഡറുണ്ട്. അത് രണ്ടുപേർക്കും ഒരേ മാതിരിയല്ല. കേരളത്തിലെ കണ്ടംപററി തിയേറ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് അത്രയും ബോർഡറില്ല. പക്ഷെ നമ്മൾ കമ്പനി തിയേറ്ററിൽ ചെയ്യുകയാണെങ്കിൽ ബോർഡറുണ്ട്, കണ്ടംപററി ഇതാണെങ്കിൽ. ഇതല്ലാണ്ട് ഇതിൻ്റെ ഒരു ഭാവാത്മകമായിട്ടുള്ളൊരു പ്രശ്നം, അതായത് കണ്ടംപററി ആയിട്ടുള്ളതാകുമ്പോൾ ചിട്ട എന്ന് പറയുന്നൊരു സംഭവം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി പ്രതിഭാഭയമാണ്. പ്രതിഭകളെ പേടിയാണ് ഈ രൂപത്തിൽ. ഇപ്പോൾ കലാമണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം കലാമണ്ഡല കൃഷ്ണനായ കല്യാണിക്കുട്ടിയമ്മയോ മന്നമോ പ്രവചാക്കിയ പ്രശ്നമാണ്. കലാമണ്ഡലത്തിൽ നല്ല കലാകാരന്മാർക്കല്ല, അതിൻ്റെ സൈദ്ധാന്തികതയ്ക്ക്. ഇത് ഈ പ്രതിഭാഭയം കൊണ്ട് പ്രതിഭകളുടെ മുമ്പിൽ ആരും പറയുന്നത് ത്യാഗരാജന് പോലും വലിയ പ്രതിഭകളെ പഠിപ്പിക്കാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അത് ആ ചിട്ട വിട്ടു പോകുന്നുള്ളതാണ്. കാരണം ഈ പ്രതിഭ എന്ന് പറയുന്ന സ്ഥാനത്തിന് ബോർഡർ എപ്പോഴും ഒരു പ്രശ്നമാണ്. പക്ഷെ പല രീതിയിലും ഇതുണ്ട്. കിടക്കുമ്പോൾ തന്നെ ആ ഫോമിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഐഡിയോളജി അത് ചാലഞ്ച് ചെയ്യപ്പെടും. കപില ഇങ്ങനെ പറഞ്ഞു വന്നു, ഫോമിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞത് പല രീതിയിലും ഭവിക്കാമെന്നുണ്ട്. അത് പ്രമാണിത്വമാണ്. എൻ്റെ കല, എൻ്റെ കീഴിൽ നിൽക്കുന്ന കല അവിടെ സ്വന്തം കാലിൽ നിൽക്കുന്ന നടന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ വളരെ പല രീതിയിൽ ഇപ്പോൾ ജാതിയുടെ ഇത് വന്നൊരു പക്ഷേ പലരെയും പറഞ്ഞു വെച്ചാൽ അത് സാമൂഹികമായിട്ട് അങ്ങോട്ട് നടന്നൊലിച്ചു പോയ ഒരു ബോർഡർ ക്രോസിംഗ് ആണ്, അല്ലെങ്കിൽ ബോർഡർ അതീതമായിട്ട് പോകുന്ന ഒരു സംഗതി. അപ്പോൾ വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതും കൊണ്ട്, അല്ലെങ്കിൽ കാലത്തിൻ്റെ ഇതുകൊണ്ടുള്ളതും കൊണ്ട് ഞാൻ പലതും. ഇപ്പോൾ അതിൽ തന്നെ എനിക്ക് സംശയം പ്ലൂട്ടോ അക്രം ഖാനെ പറഞ്ഞു. അക്രം ഖാനെ ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ്. ഇത് നിങ്ങളുടെയും ചില ട്രെയിലർമാരിലത്തെ ആസാനം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അക്രം ഖാൻ ഈ പ്ലൂട്ടോ എന്ന് പറയുന്ന സാധനം ഏതാണ്ട് നമ്മൾ ട്രഡീഷണൽ ഫോം മാതിരി അവർ ഫോം ആക്കാൻ ശ്രമിക്കുന്നത് മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല പ്ലൂട്ടോ. കാരണം നമ്മുടെ നാടകത്തിലും നമ്മുടെ സ്കൂൾ ഡ്രാമയുടെ ബൈബിളായിട്ടുള്ള രംഗപാഠം എന്ന് പറയുന്ന പുസ്തകം അത് ഏതാണ്ട് നാടകത്തിനെ ഫോമാക്കാൻ ശ്രമിച്ചതാണ്. കഥകളി മാതിരി കഥകളിക്ക് കൂടിയാട്ടത്തിനും ആസ്വാദകന് ശിക്ഷണം വേണം. അതുകൊണ്ട് നാടൻ ശിക്ഷണങ്ങൾ കാര്യങ്ങളെല്ലാം അതുപോലെ നാടകത്തിനെ ആക്കാനൊരു ശ്രമം ആ പുസ്തകം നോക്കിയാൽ കാണാം. അതിന് പക്ഷെ നമ്മൾ ആരും വഴങ്ങിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ പ്രൊഫഷണൽ തിയേറ്റർ പുറത്തു പോകുമ്പോൾ ഈ പ്രശ്നമുണ്ട്. ഈ കൂടിയാട്ടത്തിൻ്റെ ഓസ്റ്റേജ് പറഞ്ഞ മാതിരി തന്നെയാണ് കമ്പനി തിയേറ്ററിൻ്റെ ഓസ്റ്റേജ്. അത്ഭുതകരമായ ഒരു മാനേജറിയൽ പരിപാടികൾ അതിൻ്റെ അകത്ത് നടക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം എനിക്കറിയില്ല, അങ്ങനെ കമൻറ്റ് ചെയ്തിരുന്നു പറഞ്ഞിട്ട്. രമേശേട്ടൻ്റെ റിഫ്ലക്ഷൻ ഭയങ്കര ഒരു വാലിഡ് ആയിട്ടുള്ള റിഫ്ലക്ഷനാണ്. നമ്മൾ സത്യത്തിൽ സമകാലിക നാടകവേദി എന്ന് പറഞ്ഞാൽ ഇത്തരം ചില പുസ്തകങ്ങളും സിദ്ധാന്തങ്ങളും വെച്ചിട്ട് നമ്മളിതിനെ എങ്ങനെ അതിന് ബോർഡർ ഉണ്ടാക്കാമെന്നുള്ള ഒരുപാട് കാലം നമ്മൾ അതിൻ്റെ പിന്നിൽ പ്രയത്നിച്ച സമയം പോയിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ നാടകങ്ങൾ ഇത് പ്രകാരം ഇത്തരം നിയമങ്ങൾ പ്രകാരം നാടകങ്ങൾ ചെയ്യണം. അത് നമ്മളെങ്ങനെയൊക്കെയോ നമ്മൾ ഇൻറ്ററക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ട്രെയിനിങ്ങിലും ഇവിടെയൊക്കെ. നന്ദി
ഒഫൻസ് മേടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ആരെയാണ് എന്തിനാണ് ഒഫൻഡ് ചെയ്യുന്നത് എന്ന് അറിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മളൊരു പെർഫോമൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണെന്ന് ശങ്കർ പറഞ്ഞ കുറിച്ച് ചൂണ്ടിക്കാട്ടുണ്ടായി. ഞാനൊരു നാടകം ചെയ്തിരുന്നു, ക്രിമിനൽ ട്രൈബ്സ് ആക്ട് എന്നാണ് അതിൻ്റെ പേര്. അതൊരു അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് വേഴ്സ് ഒരു ബ്രിട്ടീഷ് ലെജിസ്ലേഷൻ 1871 ഒരു ലെജിസ്ലേഷൻ ബേസ് ചെയ്തിട്ട് 2 ആക്ടേഴ്സ് തമ്മിലൊരു കോൺവെർസേഷൻ ചെയ്യാണ്. അങ്ങനെയാണത് തുടങ്ങിയത്. അത് പക്ഷേ നമ്മളതിങ്ങനെ പെർഫോമൻസും റിസർച്ചും ഒക്കെ ആയിട്ട് പതുക്കെ ടെക്സ്റ്റ് ഡെവലപ്പ് ചെയ്ത് ഉള്ളൊരു സ്റ്റേജിൽ പെട്ടെന്ന് നമുക്ക് ഈ കാസ്റ്റ് എന്നുള്ള വിഷയം അത് പൊന്തി വന്നു. അതായത് ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ഒരു കാസ്റ്റ് സിസ്റ്റത്തിനെ യൂസ് ചെയ്തിട്ട് ഒരു ലെജിസ്ലേഷൻ ഉണ്ടാക്കി. അവരുടെ അസംഷൻ അതായിരുന്നു. അതായത് എല്ലാത്തിനും എല്ലാ ജാതിയിലും ഒരു കുലത്തൊഴിലുണ്ടല്ലോ, എന്നാൽ പിന്നെ ക്രിമിനാലിറ്റിയും ഒരു കുലത്തൊഴിലായിരിക്കണം എന്നൊരു അസംഷൻ്റെ മുകളിലാണ് അവരുണ്ടാക്കുന്നത്. പിന്നെ ഈ ഡിസ്കഷൻ കാസ്റ്റിലേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് ബ്രിട്ടീഷുകാരൊക്കെ വിട്ടു. ഈ 2 ആക്ടേഴ്സിൻ്റെ ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസ് ടു ഡു വിത്ത് കാസ്റ്റ് എന്ന നിലയ്ക്കായി. അപ്പോൾ ഇവർ തമ്മിൽ അജഗജാന്ത വ്യത്യാസങ്ങളുണ്ട് ജാതിപരമായിട്ട്. ഇത് പിന്നെ ഇവർ ഈ ഒരു വ്യവസ്ഥയുടെ ഒരു ഓട്ടോപ്സി തന്നെ ചെയ്യുകയാണ് 2 പേരും സ്റ്റേജിൽ. പിന്നെ ഇവർ റോൾ പ്ലേ ചെയ്യാൻ തുടങ്ങും. പരസ്പരം ജാതി മാറി അഭിനയിക്കാൻ നോക്കും. അപ്പോൾ ഉണ്ടാകുന്ന അപര്യാപ്തതകളെ അങ്ങനെയൊക്കെ ഒരു പ്ലേ ആണത്. ഇത് ഞങ്ങൾ ഡൽഹിയിൽ ബോംബെയിൽ കളിച്ചപ്പോൾ ഓഡിയൻസ് 2 വിഭാഗമായി മാറി. അത് ഒരു ഇത് കഴിഞ്ഞിട്ട് ചർച്ചയുണ്ടായിരുന്നു. ഒരു ചർച്ചയാണ് ഏറ്റവും വലിയ അപകടം ഉണ്ടാക്കിയത്. അതിൽ ആരോ ഒരാൾ റിസർവേഷൻ എന്നുള്ള വിഷയം എടുത്തിട്ടു. അത് 2 അഭിപ്രായങ്ങളായി. ഇത് നിയന്ത്രിക്കാൻ പറ്റാണ്ടായി ഞങ്ങൾക്ക്. ഇതിനൊരു മോഡറേറ്റർ ഇല്ല. അപ്പോൾ 2 വിഭാഗം മനുഷ്യന്മാർ തമ്മിൽ ഇതിനെ പറ്റിയിട്ട് ഓരോ പ്രസംഗമാണ്. ഒരു വിധത്തിൽ ഇതിനൊന്ന് കൺക്ലൂഡ് ചെയ്ത് ഇറങ്ങിപ്പോരാൻ വലിയ പാടുപെട്ടു. അപ്പോൾ അന്ന് ഞാൻ എല്ലാ ഓഡിയൻസിനും ഒഫൻഡ് ചെയ്തു എന്നുള്ള തോന്നലുണ്ടായിരിക്കും. തുടർന്ന് ഞാൻ പിന്നെ ഇങ്ങനത്തെ ഐഡൻറ്റിറ്റി കാറ്റഗറി എൻ്റെ തന്നെ സ്വന്തം ഐഡൻറ്റിറ്റി കാസ്റ്റ് വിട്ട് മാറണം. കാരണം നമ്മൾ നാടകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഉദാത്ത കലാരൂപം വെച്ചിട്ട് നമ്മൾ എല്ലാവരെയും ഒരുമിപ്പിക്കാനാണല്ലോ ശ്രമിക്കുന്നത്. ആ കലയുടെ ഒരു എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷെ ഇത്തരം ചില വിഷയങ്ങൾ വരുന്നതോടുകൂടി ഈ ഒരുമിപ്പിക്കാൻ ശ്രമിച്ച് തുടങ്ങിയിട്ടുള്ള കലാരൂപം ഭിന്നിപ്പിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാനൊരു വേറൊരു പ്ലേ ചെയ്തു, മൈ നെയിം ഈസ് തമിഴ് എന്ന് പറഞ്ഞൊരു പ്ലേ. അത് തമിഴ് ദേശീയവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 തമിഴ് എക്സ്പീരിയൻസ് ആണ്. അത് ഒരാൾ ജാഫ്നെ എന്നുള്ളൊരു തമിഴനാണ്, പിന്നെ മറ്റൊരാൾ ഞാനാണ്. ഞാൻ തമിഴനാണെന്നുള്ളത് എൻ്റെ കുടുംബത്തിന് മാത്രമേ അറിയുള്ളൂ. മലയാളികൾ എന്നെ തമിഴനായിട്ടല്ലേ കാണാം, മലയാളിയായിട്ടാണ് കാണുന്നത്. തമിഴന്മാരെന്നെ തമിഴനായിട്ട് കൂട്ടുമില്ല. അപ്പോൾ ഓൺലി എൻ്റെ തലയിൽ മാത്രമാണ് ഞാൻ തമിഴൻ. തമിഴ് മര്യാദയ്ക്ക് ഒരാൾ തമിഴ് പറഞ്ഞാൽ മറുപടി പോലും പറയാൻ എനിക്കറിയില്ല. അതാണ് എൻ്റെ തമിഴ്. പിന്നെ മൂന്നാമത്തുള്ളൊരു തമിഴ് എന്ന് പറഞ്ഞാൽ അവർ ജനിച്ചത് ഡൽഹിയിലാണ്, കുറച്ച് കാലം വളർന്നത് ബാംഗ്ലൂരിൽ, പിന്നെ അത് കഴിഞ്ഞ് സാംബിയ, അവിടെയാണ് ഇവർ തമിഴ് പഠിക്കുന്നത്. സാംബിയയിൽ തമിഴ് പഠിപ്പിക്കുന്ന ശ്രീലങ്കൻ അഭയാർത്ഥിയായ ഒരു ടീച്ചറാണ്. പിന്നെ അവർ പോണത് പാപ്പന്യൂഗിനിയിലാണ്. അതിനുശേഷം അവർ പഠിക്കാൻ വേണ്ടിയിട്ട് US പോവുകയാണ്. പിന്നെ അവർ ജോലി ചെയ്യാൻ മാൾട്ടയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞൊരു നേപ്പാളിയെ വിവാഹം കഴിച്ച് ഇപ്പോൾ കാനഡയിൽ ജീവിക്കുന്നൊരു തമിഴ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ തമിഴ് എക്സ്പീരിയൻസ് വളരെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡയസ്പോറിക് തമിഴ് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞങ്ങൾ 3 പേരും വന്നിട്ട് തമിഴ് എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ തന്നെ 3 അഭിപ്രായങ്ങളാണ് ശരിക്കും. അപ്പം ഇതും കാണികളിൽ ഭയങ്കരമായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നിന്നും ഞാൻ തിരിച്ചറിയുന്നത്, ഞാനിപ്പോൾ ശ്രമിക്കുന്നത്, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത നാടകത്തിൽ എങ്ങനെ കാണികൾ ഒഫൻഡ് ചെയ്യാതിരിക്കാം. ഒഫൻഡ് ചെയ്ത അഭിപ്രായങ്ങൾ രൂപീകരിക്കലും അത് ഓക്കെ, അത് ദാറ്റ് ഈസ് വൺ വേ. ബട്ട് എങ്ങനെയെങ്കിലും വ്യത്യസ്തരായ മനുഷ്യന്മാരെ ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാൻ എന്താ വഴി എന്നുള്ളതായിരുന്നു നമ്മളുടെ കഴിഞ്ഞൊരു നാടകത്തിൽ ഞങ്ങളൊരു പരിശ്രമം. കുറച്ചൊക്കെ ഞങ്ങൾ വിജയിച്ചു തോന്നുന്നു. കാരണം പ്രത്യേകിച്ച് ഈ നാടകക്കാരല്ലാത്ത ആൾക്കാർ അത് ഏറ്റെടുത്തതിന്. നാടകക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അപ്പോഴും ഭയങ്കര അത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ, ഇതിനകത്ത് ആ പ്രശ്നമില്ലേ, ഇതിനകത്ത് ഈ പ്രശ്നമില്ലേ എന്നൊക്കെ ഉള്ള. കാരണം അതിന് അങ്ങനെ അല്ലാതെ കാണാൻ പറ്റില്ല, അങ്ങനെ പഠിച്ചു പോയി നമ്മൾ. അപ്പം അങ്ങനെ അല്ലാത്തൊരു കാണികളെ സംബന്ധിച്ചിട്ടൊന്നും വിഷയമില്ല. ഒരു കാര്യം മനസ്സിലായിക്കൊണ്ട് അവിടെയുള്ള
ഏരിയയിലുള്ള ആദിവാസി ആൾക്കാരുണ്ട്. അവരൊക്കെ പറഞ്ഞ എല്ലാം മനസ്സിലായി എന്നാണ് ഒരാൾ പറഞ്ഞത്. ഒരാൾ ഭയങ്കര സ്ലോ ആണ്, ഒരാൾ ഭയങ്കര സ്പീഡാണ്. ചേക്കുട്ടി. അപ്പോൾ അവർ എല്ലാം മനസ്സിലായി എന്ന് പറയുന്നത് നാടകം കഴിഞ്ഞിട്ട് എല്ലാം മനസ്സിലായി. അതാണ് പരിശ്രമം. എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് പറയാൻ പറ്റില്ല. ബട്ട് അതാണ് പരിശ്രമിക്കുന്നത്. എങ്ങനെ ആൾക്കാരെ ഒരുമിപ്പിക്കാൻ പറ്റും. നമ്മളിതിനെ ഭിന്നിപ്പിക്കാൻ വളരെ എളുപ്പമാണ് തോന്നുന്നു. ശ്രീ ശങ്കർ വെങ്കടേശ്വരൻ ഉപഹാരം നൽകുന്നതിനായി KRA വൈസ് പ്രസിഡന്റ് ഗീത വർമ്മയെ ക്ഷണിക്കുന്നു.